അള്ളാന്റെ റസൂൽ ആദ്യമായി പറഞ്ഞു, അവളുടെ ഒന്നാമത്തെ ലക്ഷണം ഇദാ നളർത ഇലൈഹാ സർറതുക, സ്വർഗത്തിൽ നിന്റെ കൂടെ താമസിക്കാൻ ഭാഗ്യമുള്ള ഭാര്യ, നീ അവളെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖഭാവം തന്നെ നിന്റെ മനസ്സിന് സന്തോഷം പകരും. അങ്ങനെയുള്ള ഭാര്യയാണ് ശരിയായ നല്ല ഭാര്യ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭാര്യ ലോക സുന്ദരിയായിരിക്കുന്ന അതല്ല, സൗന്ദര്യമില്ലാത്ത ഒരാളും അള്ളാഹു പടച്ചിട്ടില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. ഒരു പെൺകുട്ടിയെ 10 ആള് കാണാൻ വന്നു, 10 ആൾക്കും ഇഷ്ടപ്പെട്ടില്ല. 11ാമൻ വന്നു, അവൻ ഇഷ്ടപ്പെട്ടു. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണിനാണ് സൗന്ദര്യം. ഒരാളെ കണ്ണിന് സൗന്ദര്യമുള്ളതായി തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമെന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അള്ളാഹു സൗന്ദര്യം നൽകാത്ത ആരുമില്ല. അത് ആസ്വദിക്കുന്ന കണ്ണുകളെയും അല്ല പടച്ചിട്ടുണ്ടാകും. അവര് കൂടിച്ചേരാൻ ചിലപ്പോ താമസമുണ്ടായി എന്ന് വന്നേക്കാം. ഏതായിരുന്നാലും ഇവിടെ റസൂലുള്ള പറഞ്ഞത്, ഒന്നാമതായി നീ അവളെ മുഖത്ത് നോക്കിയാൽ ആ മുഖഭാവം നിനക്ക് സന്തോഷം പകരും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ പരമാവധി ഉള്ളത് വൃത്തിയോടെയും ശുദ്ധിയോടെയും ഭർത്താവിനെ സ്വീകരിക്കുന്ന പെരുമാറ്റത്തോടെയും സമീപിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ടാവണം. അത് പ്രകൃതിപരമായി പുരുഷനേക്കാൾ അല്ലാഹു പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പൂവുകൾക്ക് സൗരഭ്യവും അതിൽ തേനും നൽകിയത് എന്തിനു വേണ്ടിയാണ്? ആ തേനിലേക്ക് തേനീച്ചകളെ ആവാഹിപ്പിക്കാനാണ്. ആ അടുപ്പമാണ് അത് കായയായി പിന്നീട് നമുക്ക് ഭക്ഷണമായി മാറിത്തരുന്നത്. ഇതുപോലെ സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ അള്ളാഹു അവർക്ക് സൗന്ദര്യബോധം കൊടുത്തിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരെ മുമ്പിൽ പരമാവധി പ്രകടിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നും ഈ ഹദീസിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു ലിന്നിസായി അൻ തകൂന മർഹാ, സ്ത്രീകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ട്. എങ്ങനത്തെ പെണ്ണിനെ പറ്റി? കണ്ണിൽ ഭർത്താവിന്റെ മുമ്പിൽ സുർമ എഴുതാതെ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഭർത്തൃമതികളായ ഭാര്യമാർ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അവർ ഭർത്താവിന്റെ മുമ്പിൽ എന്നും കണ്ണെഴുതിട്ടേ പ്രത്യക്ഷപ്പെടാകൂ. ഇസ്ലാം സൗന്ദര്യബോധമുള്ള മതാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതൊന്നും മതത്തിന്റെ ഭാഗമല്ലാന്ന്. അത് മതം അംഗീകരിച്ചതാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടി ഏത് പെണ്ണ് കണ്ണിൽ സുർമ എഴുതിയിട്ടുണ്ടോ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് കല്യാണത്തിന് പോകാനോ ടെക്സ്റ്റൈൽസിലേക്ക് പോകാനോ അങ്ങാടി തണ്ടാനോ പോകുമ്പോഴല്ല കണ്ണെഴുതേണ്ടത്, സുർമ ധരിക്കേണ്ടത്. അത് ഭർത്തൃ സാന്നിധ്യത്തിലാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പാണ് ഭർത്തൃമതിയായ സ്ത്രീകൾ കയ്യിലും കാലിലും മൈലാഞ്ചി ധരിച്ചില്ലെങ്കിൽ അത്തരം പെണ്ണുങ്ങളോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഭർത്താവുള്ള പെണ്ണുങ്ങൾ കയ്യിലും കാലിലും സൗന്ദര്യത്തിന് വേണ്ടി മൈലാഞ്ചി ധരിക്കൽ സുന്നത്താണ്. വിവാഹിതരല്ലാത്തവർ സ്ത്രീകൾ തന്നെ മൈലാഞ്ചി ധരിക്കാൻ പാടില്ല. പുരുഷൻ സൗന്ദര്യത്തിന് വേണ്ടി കയ്യിലും കാലിലും മൈലാഞ്ചി ധരിക്കൽ ഹറാമാണ്. നരച്ച താടിയും തലയുമൊക്കെ മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. കറുത്തത് കൊണ്ട് കറുപ്പിക്കൽ ഹറാമാണ്. ഇന്ന് ചെറുപ്പക്കാരിലല്ലേ നമ്മളെ കൂട്ടത്തിലല്ലേ? ഒരു നാട്ടിൽ ചെന്നാലും ചെറുപ്പക്കാർ വയസ്സന്മാരെ കാണുന്നില്ല. എന്താ കാരണം? ഒന്നുമില്ല, ഒക്കെ പെയിന്റ് അടിച്ച് നടക്കുകയാണ്. എങ്ങനെ വയസ്സുണ്ടാവോ? എല്ലാവരും കറുത്ത പെയിന്റ് അടിക്കുക. മീശന്റെ മൊരട് മാത്രം വെളുത്തിട്ടുണ്ടാവും. എന്താ? അത് ഇന്നലെ രാത്രി വളർന്നതാ, ഇനി നാളത്തേക്ക് ദിവസം കൂടി വരും. അതുകൊണ്ട് വയസ്സന്മാരില്ല, ഒക്കെ കറുത്ത താടിയും കറുത്ത മീശയും തന്നെ. അത് വലിയ അപകടമാണ്. മതം നിരോധിച്ചതും ഹറാമാക്കിയതുമാണ്. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന ഖുർആന്റെ ചോദ്യം ചില സ്വഹാബത്ത് പറഞ്ഞു. അത് നരച്ച മുടിയെ സംബന്ധിച്ചാണ്. ആ നരച്ച മുടി പറിച്ചു കളഞ്ഞാലും അതിന് നമ്മൾ കറുത്ത ചായം പൂശിയാലും ഇല്ല, ഞാൻ മരിക്കാനായിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണ്, താക്കീതുകാരനെ ഉൾക്കൊള്ളാത്ത സ്വഭാവമായതുകൊണ്ട് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട്.
ചുരുക്കത്തിൽ കയ്യിലും കാലിലും മൈലാഞ്ചി സൗന്ദര്യത്തിന് വേണ്ടി ധരിക്കേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഭാര്യമാരുടെ കടമയാണ്. സൗന്ദര്യബോധം ഇസ്ലാമിന് വല്ലാത്തതുണ്ട്. ഇതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, നബിതങ്ങൾക്ക് വെറുപ്പാണ് ആഭരണം ധരിക്കാത്ത ഭാര്യമാരോടും. ഭർത്താവിന്റെ മുമ്പിലിട്ടു അങ്ങാടി പോകുമ്പോൾ പർദ്ദന്റെ പുറമെ ഒന്നായിട്ട് ധരിച്ചിട്ട് ഒരു സഞ്ചരിക്കുന്ന ജ്വല്ലറി ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമല്ല. അതൊക്കെ അപകടം ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഈ പറഞ്ഞത് ഭർത്താവിന്റെ മുമ്പിലാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈലം തജിദ് ഇല്ലാ ഖർസ, ഒരു കല്ലല്ലാത്ത മറ്റൊന്നും ഒരു പെണ്ണിന് കിട്ടിയില്ലെങ്കിൽ തർബുതുഹാ ഫീ സൈരിൻ, അതിനെ ഒരു ചരടിൽ കോർത്ത് അത് കഴുത്തിൽ ധരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യബോധമുള്ളവരാവണം. കണ്ണിന് സുറുമെഴുതണം, കൈകാലുകളിൽ മൈലാഞ്ചി ധരിക്കണം, ആഭരണം ധരിക്കണം, അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ പ്രത്യക്ഷപ്പെടണം. അതോടൊപ്പം തന്നെ മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പ്രായോഗിക രൂപം അവിടുത്തെ മകളെ വിളിച്ച് കല്യാണത്തിന്റെ തലേനാൾ കൊടുത്ത ഉപദേശത്തിൽ കാണാം. റസൂലുള്ള പറയാ, മോളെ നാളെ എന്റെ കല്യാണല്ലേ, അതുകൊണ്ട് ഞാൻ ചിലത് പറയട്ടെ, നീ കേൾക്ക്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് മകളോട് പറയുന്നു, അന്യരാരും പുറത്തില്ലെങ്കിൽ സന്തോഷത്തിന്റെ മുഖഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നീ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് കയറി വരുന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ സ്വന്തം മകളോടെ. ഇതിപ്പോ ഞമ്മളൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞാല് അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ഞാൻ അങ്ങനെ വെറുതെ കയറി വന്നൊന്നുമല്ല, 100 കൊണ്ടാ ഞാൻ വന്നത്. 100 കൊണ്ടോന്ന് ആ സ്നേഹം ഉണ്ടാവൂ. പണം കൊടുത്തിട്ടല്ലെങ്കിൽ ആർക്കും സ്നേഹം വാങ്ങാൻ കഴിയും? ഭൂമിയിലുള്ളത് മുഴുവൻ കൊടുത്താലും ജനഹൃദയങ്ങളിൽ രഞ്ജിപ്പുണ്ടാക്കാൻ പണത്തിന് കഴിയില്ല. പണം ഭിന്നിപ്പിന്റെ വസ്തുവാണ്, അത് ഐക്യണ്ടാക്കുന്ന സാധനമല്ല. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും, ഉറപ്പാ. സ്നേഹം കൊടുക്കാത്തവന് സ്നേഹം തിരിച്ചു കിട്ടൂല. വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെയും പത്രാസിന്റെയും ഒന്നും പേരിലല്ല, അങ്ങോട്ട് എത്ര സ്നേഹം കാണിക്കുന്നു അതിന്റെ ഇരട്ടി കൊടുക്കുന്ന ആളാണ് പുരുഷൻ. സ്നേഹം കൊടുത്താൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നവനാണ് പുരുഷൻ. അതിനെ അനുബിധങ്ങൾ പറഞ്ഞു ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണം. പിന്നെ ചില അമ്മായിമ്മമാരെ മുമ്പിൽ ഇത് അത്ര നല്ലതായിരിക്കില്ല, അതുപോലെ സ്വഭാവം മനസ്സിലാക്കുന്നത് നല്ലതാ. അമ്മായിമ്മക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടൂല. ഇവള് പോയിട്ട് മോനെങ്ങനെ കൂട്ടിയെടുക്ക് വരാണപ്പോ ഞാൻ 10 മാസം പള്ളയിലിട്ട് പോറ്റി വലുതാക്കി ഇത്രയൊക്കെ ആക്കി ഇന്നലെ കയറി വന്ന് ഓളിപ്പോ ഓളെ സ്വന്തം മുതലാൻ തോന്നുന്നു, ഓളെ കണ്ടാല് പിടിച്ചേൽച്ച് കൊണ്ടോണ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചിലർക്ക് ഇത് ദഹിക്കൂല. പക്ഷെ ഈ നാട്ടിൽ അങ്ങനത്തെ ഉമ്മമാരുണ്ടാവൂല. ഇവിടുത്തെ ഉമ്മമാരെന്താ ചെയ്യേണ്ടത്? ഭാര്യമാരോട് പറയണം, ചെല്ല് പോയി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടിക്കൊണ്ടുപോകണം. നിങ്ങളെ മക്കൾക്ക് സമാധാനം കിട്ടാനല്ലേ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അതോടൊക്കെ സഹകരിക്കുന്ന സ്വഭാവം ഉണ്ടാകേണ്ടത്. അതിലൊന്നും അസൂയ തോന്നിയിട്ട് കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടുന്നില്ല, ഇപ്പൊ മുഴുവൻ ഓക്കാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഉമ്മാക്ക് ഉമ്മ എന്ന നിലക്കുള്ള സ്നേഹമാണ്. അത് ഒരു കാലത്തും ഒരാളെ മനസ്സിൽ നിന്നും വെട്ടിമാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. ഭാര്യമാരെ നമ്മൾ ഏറ്റെടുത്തത് ഖബിൽതു നിക്കാഹഹ എന്ന ഒരൊറ്റ വാചകത്തിലാണ്. ഇനി ഒഴിവാക്കണമെങ്കിലോ തല്ലഖുതുഖി സലാസ, മറ്റൊരു വാചകേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബന്ധം പോലെയല്ല മാതാവുമായുള്ള ബന്ധം. ഉമ്മമാര് തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾ ഈ കുട്ടികൾക്ക് ഇവരെ കുടുംബത്തിന് സ്നേഹമുണ്ടാവണം, അതിനു വേണ്ടിയുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വീട്ടിന്റെ ഉള്ളിലെത്തിയാൽ മകളെ നീ ഭർത്താവിന്റെ മേൽത്തട്ടം നീ ഏറ്റുവാങ്ങി അയലിൽ നീ അത് വെക്കുക. അറബികളൊക്കെ തലമറക്കും. അത് വീട്ടിലെത്തിയാൽ അഴിച്ചു വെക്കുമ്പോൾ നീ ഇങ്ങോട്ട് സ്വീകരിച്ച് ഈ എന്നാട് വെക്കുക. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ശൈലിയ റസൂലുള്ള പറയുന്നത്. ശേഷം എന്താണ് താല്പര്യം? വെള്ളം വേണോ ഭക്ഷണം വേണോ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുക. ഒരിക്കലും സ്ത്രീകളെ ഭർത്താവിനോട് നിങ്ങൾക്ക് ചോറ് വേണോ ചായ വേണോ വെള്ളം വേണോ എന്ന ശൈലി സ്വീകരിക്കുന്നത് ബുദ്ധിയുള്ളവരുടെ അടയാളമല്ല. ഞാൻ വെള്ളം എടുക്കട്ടെ, ഞാൻ ചോറ് വിളമ്പുകയാണ്, ചായ എടുത്തോട്ടെ, ഇതാ ചോദിക്കും.
നിങ്ങൾക്ക് വേണോ, അത് വേണോ, ഇത് വേണോ, ഹോട്ടലിൽ ചോദിക്കുന്ന മാതിരിയല്ല, ഞാൻ എടുക്കുപ്പം. അതാണ് സ്നേഹത്തിന്റെ വാചകം. ആ ശൈലിയിൽ സംസാരിക്കുക, അങ്ങനെ ആവശ്യത്തിനനുസരിച്ചത് കൊടുക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ശേഷം നീ ഭർത്താവിന്റെ ചാരത്തിരിക്കുക, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. അദ്ദേഹത്തിന് ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടായെങ്കിൽ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിന് നീ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുക. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പുറത്തു പോകുന്ന ഒരു ഭർത്താവ് ഒരു ദിവസം എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരു സാധാരണ ഹോട്ടലിലെ ഒരു സപ്ലയറെ സംബന്ധിച്ചൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അയാൾ രാവിലെ ജോലിക്ക് കയറിയ ഒരു ചങ്ങായി വന്നിരുന്ന് ആ പോന് ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ടു കൊടുത്തു. ഇവൻ കാൽമേ കാലിൽ വെച്ച് കുടിച്ച്, ചൂടില്ലടാ കൊണ്ടുപോവാ. അതിരാവിലെ സപ്ലയർ കേൾക്കുന്ന ഒന്നാമത്തെ വാക്ക, കൊണ്ടുപോടാന്ന്. അങ്ങനെ പിന്നെ ഇവൻ ആരാ, പൊരയിൽ അടുപ്പും കല്ലും വന്ന് ചായ കുടിക്കണോനാ. ഓൻ ഹോട്ടലിൽ എത്തിക്കുമ്പോ രാജാവാ. അതും കുടിക്കണേതാ, ഒരു 2 റുപ്യന്റെ കട്ടൻ ചായ കുടിക്കുക. അതിനാപ്പി ഒച്ചപ്പാടും ബഹളവും ഒക്കെ. ചോനെ, എന്റെ ഭാര്യയും മക്കളും കാത്തു നിൽക്കുന്നുണ്ടല്ലോ. വൈകുന്നേരം അരിയും മീൻപൊതിയുമായി ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത് പ്രതീക്ഷിച്ച് എന്റെ കുടുംബം അവിടെ നിൽക്കുന്നില്ലേ? ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടും ആട്ടും തുപ്പുമേറ്റ് ഈ ജോലി പൂർത്തിയാക്കാൻ അവനെ തിരിച്ചു നടത്തിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ക്ഷീണിച്ചവശനായി വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഭാര്യ സ്വീകരിക്കുന്നില്ല. ഭാര്യന്റെ സ്വഭാവം എന്താ? ഓള് റൂമിൽ പോയിട്ട് ഒരൊറ്റ കടത്ത, ഭർത്താവ് വരുന്നുണ്ട് എന്ന് കണ്ട അവർക്ക് സാധാരണ അങ്ങനെ ഒരു ക്ഷീണവും കുഴക്കും തലവേദനയും അധികമായിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ കടന്നു. ആദ്യം ചെരുപ്പ് വരച്ചു നോക്കി, ഒരു സിഗ്നലും കിട്ടുന്നില്ല. പിന്നെ തൊണ്ട കുരച്ചു നോക്കി, എന്നിട്ടുണ്ട് അടയാളം. വാതിൽ മുട്ടി, ഒരു വിവരവുമില്ല. പിന്നെ തള്ളി തുറന്ന് തോണ്ടി നോക്കി, ഒന്നുമില്ല. ഉരുട്ടി നോക്കി, ഒന്നുമില്ല. കാരണം എന്താ? ഉറങ്ങാണെങ്കിലല്ലോ ഉണരുക. ഇതൊരു തരം നാടകമാണ്. പിന്നെ നുള്ളു കൊടുത്തപ്പോൾ, ഓഹോ നിങ്ങൾ എപ്പനെ വന്ന് തലവേദന എടുത്തിട്ട് വയ്യ. എപ്പം ഭർത്താവ് വന്നാലും ഓക്ക് തലവേദന എടുക്കുകയാണ്. ഇങ്ങനത്തെ ആളാണെങ്കിൽ ആ ഭർത്താവിന് ഒരു സ്നേഹം ഈ പെണ്ണിനോട് ഉണ്ടാവും. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ രോഗം ഇങ്ങനെ അഭിനയിച്ചാൽ ആ ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ കിട്ടും. നമ്മൾ ഈ കുട്ടനെ പോറ്റുമ്പോൾ പണ്ടൊക്കെ ചില കുട്ടന്മാരുണ്ട്, 2 അടി നടന്ന് ആട പോകും, പിന്നെ വാലുടിച്ചൊന്ന് തിരുമ്പി 2 അടി നടന്ന് പിന്നെയും പോകും. ഈനെ എന്താ ചെയ്യുന്ന നിങ്ങള്? ആ കശാപ്പുകാരൻ കുഞ്ഞമ്മതാക്കാട് കൊടുക്കല കൊണ്ടുപോയിക്കോളി എന്ന മാതിരി ഈ ജാതിന് എന്താ ചെയ്യാന്നറിയോ? ഇത് ഏൽപ്പിച്ചെന്ന വാപ്പല്ലേ, വാപ്പക്കനാൾ തിരിച്ചു കൊടുത്തിട്ട് സമാധാനത്തിന് വേറൊന്നിനെ കെട്ടട്ടെ എന്നാണ് ഭർത്താവ് ചിന്തിക്കുക. അപ്പൊ ആ ജാതി സ്വഭാവം ഒന്നും ഉണ്ടാകാതെ സ്നേഹിക്കുക, അതാണ് ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ശൈലിയിലുള്ള പെരുമാറ്റമാണ് വേണ്ടത്. ഇതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പരത്തി പറയുന്നില്ല, കുടുംബത്തിൽ സ്ത്രീകൾക്ക് ഒട്ടേറെ റോളുകളുണ്ട്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുന്നു, അൽ മർഅതു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ. ഒരു പെണ്ണിന്റെ പ്രധാനപ്പെട്ട ഇനിയുള്ള ഡ്യൂട്ടി ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടവളാണ് ഭാര്യമാർ. വീട് അത് കുടുംബത്തിന്റെ പാർലമെന്റാണ്. അതിന്റെ ശുചീകരണവും വൃത്തിയും ശുദ്ധിയും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നല്ല കുടുംബം രൂപപ്പെടുന്നത്. ഗൃഹാന്തരീക്ഷം കുടുംബത്തിന്റെ നന്മയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നത് ഉമ്മമാര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ദൗത്യം നിങ്ങളെ പ്രത്യേകിച്ച് അള്ളാഹിന്റെ റസൂൽ തന്നതാണ്. കുടുംബത്തിന്റെ മൊത്തം നിയന്ത്രണം പുരുഷനാണ് ഉള്ളതെങ്കിൽ വീടിന്റെ പ്രധാനപ്പെട്ട ചുമതല ഭാര്യയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലെന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് വിഷയത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. 1-2 കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, നമ്മളെ വീട്ടിൽ കയറി വരുമ്പം തന്നെ ഈ കുടുംബത്തിന്റെ സ്വഭാവവും നിലവാരവും സംസ്കാരവും ഒക്കെ മുറ്റത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയുള്ള ഒരാൾക്ക്. അതിനനുസൃതമായ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വീടിന്റെ പരിസരത്തെ നമ്മൾ കാണും. വീട്ടിന്റെ മുമ്പിൽ നമ്മൾ മതില് കെട്ടും. മതില് കെട്ടുമ്പോൾ തന്നെ ചിന്തിക്കുക, 2 ഗേറ്റ് വെക്കണം. ഒന്ന് മെയിൻ ഗേറ്റ്, പിന്നെ ഒന്ന് വീടിന്റെ ഏതെങ്കിലും ഒരു മുറ്റത്തിന്റെ ഭാഗത്തേക്ക് ചെറിയൊരു ഗേറ്റ് വെക്കുന്നത് നല്ലതാണ്. അതെന്തിന്? കല്യാണം പോലുള്ള പരിപാടികളൊക്കെ നമ്മളെ വീട്ടിൽ നടക്കുമ്പോൾ ആ റൂട്ടിൽ സ്ത്രീകളെ തിരിച്ചുവിടാൻ. ആണും പെണ്ണും ഒരേ ഗേറ്റിൽ കല്യാണത്തിന് വരുന്ന സ്വഭാവം ഉണ്ടാകരുത്. ചില പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു വീട്ടിൽ കയറുമ്പോൾ മുന്നിലൂടെ തന്നെ കയറണം. അതൊന്നും ഇസ്ലാമിലില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഏത് റൂട്ടിലൂടെ കയറിയാലും പ്രശ്നമില്ല. ആണും പെണ്ണും ഒന്നിച്ച് ഒരഞ്ഞു പോകുക അത് ഇസ്ലാം നിരോധിച്ചതാണ്, ഹറാമാണ്, അത് പാടില്ല. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഗേറ്റ് കെട്ട്. പിന്നെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ നല്ല
തണൽ മരങ്ങൾ 1, 2, 3 ആ മുറ്റത്തിന്റെ വലുപ്പം അനുസരിച്ച് അത് വെച്ച് പിടിപ്പിക്കുക. പുരയിലെത്തിയാൽ തന്നെ ഈ വീട് ഭരിക്കുന്നവരെ ആസൂത്രിതവും അവരെ ബുദ്ധിയൊക്കെ അളക്കാൻ കഴിയും. അവിടെ നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നത് നല്ല മരം ആവാൻ ശ്രമിക്കണം. ഇപ്പൊ ഈ കാട്ടുബദാം എന്ന് പറയുന്ന ഈ സാധനമൊക്കെ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചു പിടിപ്പിച്ച അപകടം. അതിന്മേലുണ്ട് കുറച്ച് പുശുക്കൾ വരാൻ. ഒരു പുശു അത് അങ്ങനെ ആത്മഹത്യ ചെയ്ത് ഇങ്ങനെ വരും, ഒരു നൂൽമേൽ തൂങ്ങിയിട്ട്. അത് നമ്മളെ കുട്ടികളെ മേല് തൊട്ടുപോയാൽ ശരീരാകെ തണർത്ത് ചൊറിഞ്ഞു വരും. അങ്ങനത്തത് വീട്ടിന്റെ മുമ്പിൽ വെക്ക്. നല്ല പിന്നീട് ഈരാൻ പറ്റിയ നല്ല മരങ്ങൾ തന്നെ വെച്ചോ. അത് നമ്മൾ സമ്പർക്കമുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തടിച്ചു വലുതാകും. അത് പാകത്തിനും അതിന്റെ അകലവും ഒക്കെ നോക്കിയിട്ട് നന്നായി വെക്കുക. പിന്നെ അത്യാവശ്യം നല്ല സൗരഭ്യം നൽകുന്ന, വാസന തരുന്ന, പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ വീട്ടിന് മുമ്പിൽ വെക്കുക. അത് വളരെ നല്ലതാ. ഈ നല്ല പൂക്കളെ കണ്ടാൽ ഏത് പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും അയാളെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും, അല്ലെ? പൂക്കളെ കണ്ടാൽ മനസ്സിന് സന്തോഷം വരാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പൊ അത് വീട്ടിന്റെ മുന്നിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, ആ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല ഓക്സിജൻ കിട്ടൂലേ ഈ സുഗന്ധമുള്ള പൂക്കളുള്ള ചെടി അവിടെ ഉണ്ടായാൽ. പിന്നെ ചെടി കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഒരു കലാബോധമൊക്കെ വേണം. ചില ആൾക്കാർ ചെടിയാട് കുഴിച്ചിട്ടുടല പൂള കുത്തിയ മാതിരി, പിന്നെ അത് കാടായി വെട്ടി മാറ്റാൻ പിന്നെ പ്രയാസപ്പെടും. അങ്ങനെ അത് വെച്ച് തന്നെ നല്ലൊരു. അങ്ങനെ നമ്മൾ നല്ലൊരു അടുക്കും ചിട്ടയും പുറത്തു. പിന്നെ വീട്ടിന്റെ മുൻവശത്ത് ഒരു കാരണവശാലും നമ്മൾ അയല് കെട്ടുക, ആറിടാനുള്ള സംവിധാനം ഇതൊന്നും ഉണ്ടാക്കരുത്. ചില പുരയിൽ നമ്മൾ കയറി ചെന്നാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആരാ? ഫത്തുഹും ഗസുറും ഒക്കെ ഉണ്ടാവും അയലുമ തൂക്കിയിട്ട്. ഇത് മോന്തമേ തട്ടിയിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇതൊക്കെ കണ്ടാൽ ഈ പെണ്ണിന്റെ നിലവാരം, ഈ വീട്ടുകാരുടെ നിലവാരം വരുന്നവൻ അളക്കൂലേ? ഒരു വിവാഹാന്വേഷണത്തിനൊക്കെ വരികയാണ്, പിന്നെ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട, ഏകദേശം ഇവിടെ റെഡിയാണ്, ഇത്ര ഇവരെ നിലവാരമുള്ളൂ എന്ന് അളന്നു കളയും. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ആരെങ്കിലും അബദ്ധത്തിൽ കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ മുന്നിലുള്ള അയലൊക്കെ കഴിച്ചിട്ട് ബയ്യോട്ട് കൊണ്ടുപോകാൻ. പിന്നെ കാർ പോർച്ച് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ റോഡുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, കാറുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. കാരണം മറ്റോ കാർ പോർച്ച് ഉണ്ടാക്കിയോ നമുക്കും വേണം. റോഡുണ്ടോ ഇല്ല, വണ്ടി ഉണ്ടോ ഇല്ല, പിന്നെ ഇടുന്ന എന്തിനാ അത്? ലോട്ടറി കിട്ടിയാലോ, ഇതാപ്പ എല്ലാവരും മനസ്സിൽ. എന്നാ സഹോദരന്മാരെ, ഇനിയിപ്പോ കാർ പോർച്ചിൽ വണ്ടി നിർത്താനില്ല, എന്നാ ഇപ്പൊ എന്താ ചില പെണ്ണുങ്ങൾ ചെയ്യുക? എന്നാ തൽക്കാലം കുട്ടനെ പോറ്റുന്നവരുണ്ടെങ്കിൽ ആ കുട്ടൻ അവിടെ അങ്ങ് കെട്ടിയേക്കും ആ മുന്നിൽ. എന്നാ കുട്ടന്റെ രാത്രി പരിപാടി എന്താ? പുട്ടും വെള്ളച്ചായ ഇങ്ങനെ ഒഴുക്ക് തന്നെയാണ് രാത്രി നേരം വെളുക്കുന്നത് വരെ. ആ പൊരന്റെ മുന്നിൽ ഒരാൾ വന്ന് കയറിയിരിക്കുമ്പോ അയാൾ ഇങ്ങനെ മണം പിടിക്കുക, എന്താ ഇവിടുന്ന് ഇങ്ങനെ ഒരു നാറ്റം? അപ്പൊ ചോദിച്ചു, എന്താ ഇവിടുന്ന് എന്തോ ഒരു വാസന? ഇവിടുന്ന് അങ്ങനെ വാസന? നിങ്ങളെ മൂക്കിന്റെ ഉള്ളിൽ നയിക്കുന്നാല് ഇവിടുന്ന് അങ്ങനെ ഒരു വാസന. കാരണം ഇവർക്ക് മണക്കുവോ? സ്ഥിരമായിട്ട് മണക്കണല്ലേ. പണ്ടൊരു മീൻകാരന്റെ ഭാര്യ പറഞ്ഞു, ഏറ്റവും നല്ലൊരു തൊഴിലാണ് കേട്ടോ ഈ മത്സ്യക്കച്ചവടം എന്ന് പറഞ്ഞത്. ഹലാലായ അത്ര നല്ലൊരു സാധനം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ കച്ചവടം റെഡിയായ നല്ല പറക്കത്തുള്ള പരിപാടിയാണ്. പക്ഷെ ബാക്കിയുള്ള മീനൊന്നായിട്ട് പൊരന്റെ സൈഡ് കൊണ്ടുപോയി തട്ടിയാലോ അത് അയാൾക്കും നഷ്ടമാണ്, പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരാളെ ഭാര്യ ഒരിക്കല് 3 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഓള് പറയാം, ഞാൻ വരുന്നെന്നൊക്കെ ഇവിടെ ഭയങ്കര നാറ്റേനി, ഇപ്പൊ ഞാൻ വന്നതിന്റെ ശേഷം ഒക്കെ മാറി. എങ്ങനെ മാറിയത്? ഇപ്പൊ ഓള് അതിനോട് സമരസപ്പെട്ടു പോയതാ. 3 മാസമാണ് മണത്താ പിന്നെ ഓക്ക് മണക്കൂല. ഇതേമാതിരിയാണ് ഇവർക്കുണ്ടായത്. അപ്പൊ മറ്റൊരാൾ വന്നാൽ ഇതൊക്കെ വേഗം തിരിച്ചറിയും. ഇനി ആടും പോത്തും ഒന്നുമില്ല, എന്നാ പിന്നെ എന്ത് ചെയ്യാ? കുറച്ച് ചകരിയും ചിരട്ടിയൊക്കെ പാടെ വാങ്ങിയിട്ട് കുറച്ച് മട്ടലും അത് കൊണ്ടുപോയിട്ട് കാർ പോർച്ചിൽ. എന്നാ പിന്നെ ചേരാട്ട മുതൽ പെരുമ്പാമ്പ് വരെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ പുരയെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്നും വീട്ടിന്റെ മുമ്പിൽ ചെയ്തു വെച്ചേക്കരുത്. അങ്ങനെ പുര ഭരിക്കുന്ന പെണ്ണുങ്ങൾ പരിസരം മുതൽക്ക് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എല്ലാം അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. പുരന്റെ മുന്നിലെത്തുമ്പോൾ കാണാൻ ചില പുരയിലൊക്കെ ചെന്നാല് ഒരു ലാത്തി ചാർജ് കഴിഞ്ഞാൽ പോയിട്ടുള്ളൂ തോന്നും. കണ്ടാൽ ചെരുപ്പ് ഇങ്ങനെ ചിന്നിച്ചതറി കിടക്കുന്നുണ്ട്. 10 മെമ്പർമാരുണ്ടെങ്കിൽ 2 കൂട്ടം ചെരുപ്പ് എല്ലാവർക്കും ഇല്ലേ? അതെല്ലാം ഉണ്ട് ഇങ്ങനെ യുദ്ധക്കളം പോലെ. ഇനി കോലായ്മൽക്കാട് കയറി സ്വീകരണ മുറിക്ക് ചെന്നാലോ നല്ല സോഫ സെറ്റുകളും അതുപോലെ കസേരകളും ഒക്കെ VIP കസേരകളൊക്കെ ഉണ്ട്. പക്ഷെ നേരെ ഒറ്റൊന്നുമില്ല. ഒന്ന് അങ്ങനെ ഉണ്ട്, മറ്റെങ്ങനെ ഉണ്ട്, ഒന്നിങ്ങനെ ഉണ്ട്. നേരെ ഉള്ളയിമലോ കുറച്ച് മൂത്തറുണ്ട്, ഇരിക്കാൻ പറ്റിയ ഒന്നും ഉണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ ആളുകൾ മനസ്സിലാക്കും ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് TV കാണുന്ന പരിപാടി, സീരിയൽ ഇങ്ങനെ കാണുന്ന പരിപാടിയുള്ളൂ എന്ന് തോന്നൂലേ? അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇതൊക്കെ എപ്പോഴും ചിട്ടപ്പെടുന്നു. കുട്ടികളുള്ള പൊരയാകുമ്പോൾ അതൊക്കെ മറിച്ചിടും, നമ്മൾ തിരിച്ചിടണം. അതൊക്കെ തന്നെ പെണ്ണുങ്ങളെ പണി. ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിൽക്കണം. വീട്ടിന്റെ ഉള്ളിൽ അനാവശ്യമായ മാറാപ്പുകളൊന്നും ഉണ്ടാകരുത്. ചില പുരയിൽ നമ്മൾ കയറി ആ കോണിക്കൂടിന്റെ ചോട്ടിൽക്കാട് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് 5-8 തരം പെട്ടിയും അതിന്റെ അവിടെ
അവിടെ കൂടിക്കിടക്കണ ചില്ലറ സാധനങ്ങൾ കണ്ടാൽ ബേജാറാവും. എന്താണ് അതിലൊക്കെ? അത് പഴയ ഡ്രസ്സുകളാണ്. അപ്പണ്ട് വേറെ ഒരു റാക്കിന്റെ മേലെ ഒരു കടലാസ് പെട്ടി, ഇപ്പുറത്തെ ഒരു പ്ലാസ്റ്റിക് പെട്ടിയുണ്ട്. അതിലെന്താ? അത് 89 ഭർത്താവ് വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? അത് പഴയ മാറാപ്പ് തന്നെയാണ്. ഇങ്ങനെ മാറാപ്പുകളെല്ലാം കൂടി പൊരന്റെ ഉള്ളിൽ കെട്ടിവെക്കുക. അള്ളാന്റെ റസൂല് പറയുന്നു, വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കു മാ ലാ യഅനി. ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അതിന്റെ നന്മയിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. നമ്മളെ വീട്ടിൽ ഇങ്ങനെ വരിക, എന്തെങ്കിലും തരുമെന്ന് വെച്ച് വരുന്ന ആൾക്കാരല്ലേ, ആ തുണി എടുത്ത് കൊടുത്തേക്ക് ഓലിട്ടോളും, ധരിച്ചോളും. ഇനി ആരും ഇടാത്ത ആദ്യ ആ തെങ്ങിന്റെ ഒട്ട് കൊണ്ടുപോയിട്ട് അവിടെ തീ കൊടുത്താൽ 2 തേങ്ങ എക്സ്ട്രാ കിട്ടും നമുക്ക്. ഇതിങ്ങനെ കെട്ടി മാറാപ്പാക്കി പൊരയിൽ ഇങ്ങനെ വെച്ചോണ്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് കോട്ടൺ തുണിയും അതുപോലെ കോറ തുണിയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചാൽ നല്ലതാണ്. ഒരു പ്ലംബർ വന്നാല്, വയറിങ്ങിന് ആള് വന്നാൽ ഓൾക്ക് ഇത് ആവശ്യം ഉണ്ടാവും. അത്യാവശ്യമുള്ള എടുത്ത് വെക്കുക. മരിച്ചാലും മുഖത്തിടാൻ പറ്റിയാണ്ട് കോട്ടൺ തുണി വേറെ മാറ്റി വെക്കുക. ഇതല്ലാത്ത ആവശ്യമില്ലാത്തതായിട്ട് ഒഴിവാക്കുക. ഇതുപോലെ വീട്ടിൽ ഒരുപാട് രേഖകളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പൊരേ വന്ന് ചോദിക്കാണ്, നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് ഒന്ന് എടുക്കുകയെന്ന്. കുടുങ്ങിയില്ലേ നമ്മള്? സുബ്ഹാനല്ലാഹ്, ഐഡന്റിറ്റി കാർഡ് പോട്ടെ, ആധാരം ചോദിച്ചാലോ എത്ര മേശ തപ്പണം നമുക്ക്. ആർക്കും എടുക്കാൻ കഴിയ? പെട്ടെന്ന് കഴിയൂല. കുട്ടികളെ ജനന സർട്ടിഫിക്കറ്റ് ജനിച്ച ഒരാഴ്ച കൊണ്ട് കിട്ടും. പിന്നെ 5ാം വയസ്സിലേക്ക് സ്കൂളിൽ ചേർത്തുക, അല്ലെ 3.5 വയസ്സിൽ LKG. അപ്പം ചോദിക്കാണ്, എവിടെ എന്റെ ജനന സർട്ടിഫിക്കറ്റ്? അപ്പോൾ പറയാം, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടേ, ഞാൻ മോമേന്റെ ഇംഗ്ലീഷ് ബുക്കിലാ വെച്ചതെന്ന്. ഏത് കാലത്ത് 3.5 കൊല്ലം മുമ്പ് ആ ഇംഗ്ലീഷ് ബുക്ക് അണ്ണാച്ചക്ക് തൂക്കി വിറ്റുപോയി. പിന്നെ ഇത് നോക്കിയാൽ കാണുമോ? ഇങ്ങനത്തെ വിലപ്പെട്ട രേഖകൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്, മിക്സി വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഗ്യാരണ്ടി വാറണ്ടി പേപ്പറുകൾ ഉണ്ടാവും. ഇത് എടുത്തു വെച്ചില്ലെങ്കിൽ പിറ്റേന്ന് കേടുവരും. ചില ഉപകരണങ്ങൾ കേട് വന്നുമ്പോൾ വരെ അത് ആട്ടനെ കൊണ്ടുകൊടുത്തേ, എന്നാ ആ പേപ്പർ കണ്ടെടുക്ക്. ഏത് പേപ്പർ? അത് ഞാൻ അതിന്റെ കൂടോടുകൂടെ അടുപ്പിലിട്ടിട്ടുണ്ട്. എന്നാലേ ഇതുമായിട്ട് അടുപ്പിലിട്ടാളാ, ഇതവിടെ കൊണ്ടുപോയിട്ട് കാര്യമല്ല. ഈ രേഖകളൊക്കെ എടുത്തു വെക്കണം. അതിന് നിങ്ങൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ആദ്യം ഒരു 50 ഉറുപ്യ കൊടുത്താൽ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫയല് കിട്ടും. ആ ഫയലില് ഒരു ഭാഗത്ത് നമ്മളെല്ലാവരെയും ഐഡന്റിറ്റി കാർഡ്, പിന്നെ നമ്മളെ ജനന സർട്ടിഫിക്കറ്റ്, SSLC പേപ്പറുകൾ, കാർഡുകൾ, അതുപോലെ തന്നെ നമ്മളെ ആധാരം, ഇങ്ങനത്തെ വിലപ്പെട്ട രേഖകളൊക്കെ ഒരു ഫയലിലാക്കി സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം. പൊരയിൽ വന്ന് ആരെങ്കിലും രേഖ ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ അതിങ്ങോട്ട് എടുക്കുക, തുപ്പലിട്ടോട് മറിക്കുക. ഏതാങ്ങൾക്ക് വേണ്ടി എന്നാണ് ചോദിച്ചാല് നമ്മളെ പഞ്ചായത്തിലെ ജീവനക്കാർ പോലും ഞെട്ടിപ്പോകണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളെ പൊരയിലുണ്ടോ? പഞ്ചായത്തിൽ പോയി തെരഞ്ഞാൽ കാണുമോ എന്തെങ്കിലും രേഖ? നമ്മളെ വീട്ടിലിതാ കൃത്യമായി നമ്മളെ ഭാര്യമാർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നറിയുമ്പം നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഉമ്മമാർ ഗൃഹഭരണത്തിൽ നല്ല പാഠമുള്ളവരായിരിക്കണം. ഇതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരും കുറച്ച് ഇതൊക്കെ സഹകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം തിരക്ക് പിടിച്ച ജോലിന്റെ ഇടയില ചില ആൾക്കാർ തിരിഞ്ഞു നോക്കൂല. രാവിലത്തെ സ്ഥിതി എന്താ? പൊരേ ചെന്നാൽ ഒരു കുട്ടി ഒരു ഭാഗത്തുനിന്ന് നിലവിളിച്ച് കരയുന്നു, ഉമ്മ എന്റെ അമലിയാത്ത് കാണുന്നില്ലോ. അപ്പുറത്തുനിന്ന് വേറെ എന്റെ പെൻസിൽ പോയോ, വേറെ ആളിന്റെ തട്ട എവിടെ പോയി, എന്റെ മഫ്ത എവിടെ പോയി, അതിന്റെ പിന്നെ എവിടെ പോയി. ഉമ്മാന്റെ കയ്യിൽ കയ്യിൽ ചട്ട കണ്ട്, മറ്റേൽ കത്തിണ്ട്, അടുപ്പത്ത് പത്തിരി ഓട്ടിലുണ്ട്, കറിന്റെ പരിപാടി വേറെ നടക്കുന്നുണ്ട്. ഈ പൊരിഞ്ഞ തിരക്കിനിടെ 4 മക്കളുള്ള 4 ബഹളം ഉണ്ടാക്കുന്നു. വാപ്പേ പുറത്ത് പത്രം നോക്കുക. മൂപ്പർക്ക് രാവിലെ അത് കത്തം തീർക്കാതെ ഒരു പരിപാടി നടക്കൂല. അതിങ്ങനെ ഇരുന്ന് കാൽമേൽ കാല് കയറ്റി വെച്ച് അതിങ്ങോട്ട് ചുരുട്ടി സ്റ്റൂളുമേൽ കൊളത്തിയാടെ വെച്ചതാ. ഈ ബഹളം കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ മൂപ്പര് വിളിക്കുക, പാത്തുമ്മ ഒന്നും കിട്ടുക, എന്തേ നോക്കി എന്നോടെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവള് പോയി നോക്കുമ്പോ എന്താ ഇയാളെ കഥ? ഇയാളെ ആ പത്രത്തിന്റെ നടുവിലെ പേജ് അത് മുറ്റത്തേക്കാട് പാറിപ്പോയി. അത് നിങ്ങോട്ട് എടുത്താ, കാരണം ഈ പിരി കഴിക്കണ്ടേ, അത് ബുദ്ധിമുട്ടാണ്. ഈ ജാതി മടിയന്മാര് ഭർത്താക്കന്മാരുള്ളടത്ത് ഒരു സമാധാനം പൊരയിലുണ്ടാവൂല. ഈ ബഹളത്തിന്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് കൂടിക്കൊടുത്ത് ആ കുട്ടികളൊക്കെ ഒന്ന് യാത്രയാക്കാൻ സഹകരിച്ച എന്ത് സമാധാനം ഉണ്ടാവും? കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല എപ്പോഴല്ലേ? അങ്ങനെ അവരെ ജോലി ഭാരത്തിന്റെ കൂടെ നമ്മളും സഹകരിച്ചു കൊടുത്ത് ആവശ്യമുള്ളതൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് സിസ്റ്റമാക്കി കൊടുക്കണം. എങ്കിൽ ഒരു വീട്ടിലും ബഹളം ഉണ്ടാവില്ല. ബഹളമാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതില്ലാത്തൊരു ഗൃഹാന്തരീക്ഷം ഉണ്ടോ, നല്ല അച്ചടക്കം. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വൃത്തിയുടെ കാര്യം നന്നായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ എല്ലാം വീടിന്റെ ഉള്ളിലാണ് നടക്കുന്നത്.
പണ്ടൊക്കെ നമ്മൾ വിസർജനത്തിന് പോകുന്നതിന്റെ പേരെന്നെന്തായിരുന്നു? വെളുക്കിരിക്കുക എന്നായിരുന്നു അല്ലേ? പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, വെളുക്കിരിക്കാൻ പോയതാ വാപ്പാന്നാ പറയാ. അന്ന് വിശാലമായ ഒരു പറമ്പിന്റെ മൂലയിൽ ചെറിയൊരു ഓലപ്പുര. ഇനി വെളുക്കിരിക്കാൻ വെളിയിലേക്ക് പോകല. അങ്ങനെ ഏതെങ്കിലും പറങ്കാവിന്റെയോ പിലാവിന്റെയോ ഒക്കെ വേരുമ്മലിരുന്ന് കാറ്റും കൊണ്ടാണ് അത് നിർവഹിച്ചിരുന്നത്. പിന്നെ അവിടെ ഇത്താത്തൊരു പുരയെടുത്ത് ഇപ്പുറത്ത് ഇക്കാക്കൊരു പുരയെടുത്ത് ഇനി വെളിയിൽ പോകാൻ സ്ഥലമില്ലാതായി. അങ്ങനെ നമ്മൾ പേര് മാറ്റി മറക്കിയിരിക്കുക എന്നായിരുന്നു അല്ലേ? ഈ അടുത്ത കാലം വരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? മറക്കിയിരിക്കുകയാണ് എന്ന് പറയും. എന്നാ വിസർജനത്തിന് പോയതാന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ മറക്കിയിരിക്കുക എന്ന് പറഞ്ഞാല് വാപ്പ മരിച്ചിട്ട് ഉമ്മ ഇരിക്കണേന് അപ്പം മറക്കിയിരിക്കുക എന്ന് പറയല്. പേര് തന്നെ മാറിപ്പോയി. അന്ന് മറക്കിയിരിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ കുഴി വയ്ക്കും, എന്നിട്ട് ഒരു പാലിടും, തെങ്ങോല കൊണ്ട് ഒരു മറയും, അതിന്റെ ഒരു ഡോറും, അതിന്റെ ഒരു പാന്തം കൊണ്ടുള്ള ഒരു കുറ്റിയും കൊളുത്തുമാണ് അതുണ്ടാകുക. അങ്ങനെ അതിന്റെ ഉള്ളിൽ ഇരുന്ന് താഴോട്ട് നോക്കിയാലോ നമുക്ക് ഒരുപാട് ആളെ കാണാം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാണ് അങ്ങനെ 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 തുള്ളി കളിക്കുന്ന ആൾക്കാരുണ്ടായി. അതൊക്കെ കണ്ടിട്ടായിരുന്നു അന്ന്. ഇന്ന് അതൊക്കെ പോയി അൽഹംദുലില്ലാ. ഇന്ന് കുട്ടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും. ഉമ്മ മൂത്രമൊഴിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോരുവാനേ എടുക്ക് അകത്തേക്ക്. അതുകൊണ്ട് ഇനി കക്കൂസൊക്കെ പൊളിക്കണം എന്ന് പറയാൻ പോവാണോ? അല്ല, ഇത് നല്ല കാര്യം തന്നെ. അള്ളാഹു നമുക്ക് തൗഫീഖ് എന്നതിന് പുറത്തു പോകണ്ടല്ലോ. പക്ഷേ പണ്ടത്തെ മാതിരി പോരാ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. കാരണം മൂത്രം എന്ന് പറയുന്നതും മലം എന്ന് പറയുന്നതും പച്ചവെള്ളമല്ല. ചില ആളുകൾക്ക് ഇപ്പോഴും ആ സംസ്കാരം മാറിയിട്ട് നിങ്ങൾ നോക്കണം, ഇന്ത്യയിൽ വ്യാപകമാണ്. നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഇന്ത്യക്കാരെ ദുസ്വഭാവം കണ്ട് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം. വളരെ പ്രയാസമാണ്. കണ്ണിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിസർജിക്കുകയാണ്, ഒരു പ്രയാസമില്ല. കാരണം ഇതൊരു പച്ചവെള്ളമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇളനീര് കുടിച്ചതല്ലേ, എന്നിട്ടല്ലേ മൂത്രമൊഴിക്കുന്നതെന്ന്. ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ മുൻ ഇളനീര് എന്ന് പറയോ? MLA തോറ്റാലും മന്ത്രി തോറ്റാലും ഒക്കെ മുൻ മന്ത്രി മുൻ MLA എന്നൊക്കെ പറയും. ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ മുൻ ഇളനീര് എന്ന് പറയില്ല. ബിരിയാണി തിന്ന് കക്കൂസ് പോയാൽ മുൻ ബിരിയാണി എന്ന് പറയില്ല. ഇതൊക്കെ ഏതാ സാധനം? വളരെ ദുഷിച്ച ഒരുപാട് രോഗാണുക്കളുടെ കേന്ദ്രമാണ്. ഒരു തുള്ളി മൂത്രം പോരെ. ആ മൂത്രദാതാവിന് ഇതാ മലമ്പനിയുണ്ട്, അയാൾക്ക് മഞ്ഞപ്പിത്തമുണ്ട്, അയാൾ ഗർഭിണിയാണ്. ഇതൊക്കെ ആര് വിളിച്ചു പറയും? ഒരു തുള്ളി മൂത്രം. അതുകൊണ്ട് ഇത് പച്ചവെള്ളമല്ല. റോഡിന്റെ സൈഡിലും അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചുകൂടാ. നമ്മളെ കുട്ടികളെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നോക്കൂ. ഇസ്ലാമിക സംസ്കാരം ലോകത്ത് അത്ഭുതകരമാണ്. ആ കുട്ടികൾ പറയും എവിടെയാണ് വിസർജിക്കാൻ പാടില്ലാത്തത്? വഴിയിൽ പാടില്ല, ജനങ്ങൾ സംസാരിക്കുന്നിടത്ത് പാടില്ല, ചെറിയ ജീവികൾ താമസിക്കുന്ന മാളത്തിൽ മൂത്രമൊഴിക്കരുത്, ഫലം കാഴിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പാത്തരുത്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പാടില്ല, കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിൽ പാടില്ല. 6 വയസ്സായ മുസ്ലിം വിദ്യാർത്ഥിക്ക് ഈ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഒരു ടൗണ് രൂപപ്പെട്ടാൽ വേഗം ഒരു പള്ളിക്ക് വേണ്ടി ശ്രമിക്കും. അത് നാട്ടുകാർക്ക് മുഴുവനും ഗുണമാണ്. നിങ്ങൾ നോക്കൂ, കോഴിക്കോട്ട് മഫീസൽ ബസ് സ്റ്റാൻഡ്, അതല്ലെങ്കിൽ നമ്മുടെ തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ്, അവിടെ പോയി നോക്കിയാൽ ആ ബസ് സ്റ്റാൻഡിന്റെ ചുമരിന്റെ ചാരത്തൂടെ നടന്നാൽ നമ്മളൊക്കെ അറിയാതെ മൂക്ക് പൊത്തിപ്പോവും. കാരണം എന്താ? കുറെ ആളുകൾ ഉണ്ടാകും, പൂന്തോട്ടം നനക്കണ മാതിരി പിടിച്ചെടുത്തവരുണ്ടാവും, വേറെ ചില ചൂണ്ടലിട്ട മാതിരി നിൽക്കുന്നവരുണ്ടാവും. ഇത് തന്നെ പ്രശ്നം. അതേ സമയത്ത് അവിടെ ഒരൊറ്റ മുസ്ലിമും അതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക സംസ്കാരം പള്ളികളിൽ ഒന്നാന്തരം സൗകര്യമാണ്. റോഡിന്റെ സൈഡിലും ജനങ്ങൾ സംസാരിച്ചിരിക്കുന്നിടത്തും ഇത് നിർവഹിക്കാൻ പാടില്ല എന്ന മതത്തിന്റെ കർശനമായ നിർദ്ദേശമാണ്. ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ ഈ മാലിന്യം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉമ്മമാരെ ദിവസവും നാം ടോയ്ലറ്റ് വൃത്തിയാക്കണം. അത് നനച്ചുകുളിന്റെ അന്ന് നോമ്പും തലേന്ന് മാത്രം ചെയ്യണ പരിപാടിയല്ല. എല്ലാ ദിവസവും കക്കൂസ് കഴുകി വൃത്തിയാക്കണം. അത് നല്ല ടൈൽസ് ഒട്ടിച്ചതാണെങ്കിൽ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ തലകെട്ടും താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ ടീമാണ് ഞങ്ങൾ വിചാരിച്ച് നോക്കിയാൽ കാണൂല. അത്രയും ചെറിയ സാധന. എല്ലാവരും അവിടെ തന്നെയല്ലേ വരുന്നത് സന്ദർശനത്തിന്. ഓരോരുത്തരും വൈവിധ്യമായ അണുക്കളെ നിക്ഷേപിച്ചാ പോകുന്നത്. അതെന്നും കഴിയില്ലെങ്കിൽ അപകടമാണ്. അതിന്റെ പുറമെ നമ്മൾ നിർബന്ധ ബുദ്ധിയ കക്കൂസിൽ സെപ്പറേറ്റ് ചെരുപ്പിടണം. ആ ചെരുപ്പ് അകത്തേക്ക് ഉപയോഗിക്കരുത്. കക്കൂസിലുള്ള ചെരുപ്പ് അത് തന്നെ വെക്കണം അവിടെ. ഇപ്പൊ നല്ല വൃത്തി കാണുമ്പോൾ എന്തിനാ അപ്പൊ ഈ ചെരുപ്പില്ലാതെയും കടന്നുകൂടാൻ നമ്മൾ വിചാരിക്കരുത്. കുട്ടികളൊക്കെ ശീലിപ്പിക്കണം, ചെരുപ്പ് ധരിക്കാതെ ടോയ്ലറ്റിലേക്ക് കടക്കാൻ പാടില്ല. അതുപോലെ ഈ അണുക്കളെ നശിപ്പിക്കുന്ന ലായനി കലക്കിയ വെള്ളം കൊണ്ട് തന്നെ എന്നും കഴുകണം. അതിന്റെ പുറമെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അണുനശീകരണ ലായനി അമിതമായി മലസംഭരണ ടാങ്കിലേക്ക് ഒഴുകിപ്പോകുന്നത് നമ്മൾ തടയുകയും വേണം. ക്ലോസറ്റിന്റെ ഉള്ളിൽ അമിതമായി പാർന്നാലേ അത് നേരെ പോലെ എടുക്കുക മലസംഭരണ ടാങ്കിലാ.
നേരത്തെ നമ്മൾ പറഞ്ഞ മുദ്രാവാക്യം മുഴക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇത് തട്ടിയാ ചത്തുപോകും. ഓല ആവശ്യമുള്ള ഓല് ചത്താൽ എന്താ പ്രശ്നം? ഈ ടാങ്ക് പെട്ടെന്ന് നിറയും. അതുകൊണ്ട് എന്ത് വേണം? ഇത് അമിതമായി ഉള്ളിലേക്ക് കടത്തിവിടരുത്. ചില ടോയ്ലറ്റിൽ അലക്കാനും കൂടെ സൗകര്യം ഉണ്ടാവും. അപ്പൊ ഉമ്മമാർക്ക് നല്ല രസ, ഒരു ബക്കറ്റ് നിറച്ചു സോപ്പും പതുണ്ട്. ഇത് ആ ക്ലോസറ്റിലാണ് പറഞ്ഞാൽ ബ്ലുബ്ലുബ്ലു എന്ന് പറഞ്ഞാൽ പോണ നല്ല രസം ഉണ്ടാവും. പക്ഷെ ഇത് മലസംഭരണ ടാങ്കിലെത്തിയാൽ അതിലെ അണുക്കളെ കൊന്നുകളയും. ആ ടാങ്ക് പെട്ടെന്ന് നിറയും. അത് ചെയ്യരുത്. അതിന്റെ ഒക്കെ പുറമെ ചിലപ്പോൾ നമ്മളൊക്കെ ഈ ടോയ്ലറ്റിലുള്ള കാര്യം പറയുമ്പം പറയാണ്, അവിടെ ബ്രഷ് സൂക്ഷിക്കാനൊക്കെ ഒരു പാട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും ബ്രഷ് ഒരു പാട്ടയിലാണ് പല വീട്ടിലും കാണുന്നത്. അപകടകരമാണ്. എല്ലാവർക്കും ഒരേ മാതിരിയല്ല. ചില ആളുകൾക്ക് മോണവീക്കമുള്ളവർ, പല്ല് വേദനയുള്ളവർ, പല്ലിന് കേടുള്ളവർ, അണുബാധയുള്ളവർ, ഇവരൊക്കെ ഉണ്ടാവും. ഇവരെ ബ്രഷും ഇല്ലാത്തവന്റെ ബ്രഷും ഒന്നിച്ചു വെച്ചാൽ ബ്രഷ് പാട്ടയിൽ ഇങ്ങനെ ഉമ്മ എടുത്തുകൊണ്ടാ നിൽക്കുക അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും അണുക്കൾ മാറും. രോഗമില്ലാത്തവന് രോഗം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇളക്കിൽ എല്ലാവരെയും ബ്രഷ് സൂക്ഷിക്കരുത്. വീട്ടിന്റെ അകത്ത് മൂത്രമായാൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഉമ്മമാര് ചിന്തിക്കേണ്ട വിഷയമാണ്. ആ വീട്ടുകാരൻ നിസ്കാരം പോലും ബാത്തിലാകുന്ന സിസ്റ്റത്തിലാണ് ഇപ്പം പലരും വൃത്തിയാക്കുന്നത്. ഒരു കുട്ടി ഒരു ഉറച്ച തറയിൽ മൂത്രമൊഴിച്ചാൽ, ഇന്ന് സിമന്റെങ്കിലും ഇല്ലാത്ത ഒറ്റ വീടുണ്ടാവില്ല, അങ്ങനത്തെ സ്ഥലത്താണ് മൂത്രമൊഴിച്ചതെങ്കിൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെ? ചില സ്ത്രീകൾ ചെയ്യും, ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രത്തിലേക്ക് പാരും. പിന്നെ അത് ഇങ്ങനെ ഉന്തി 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 വീടിന്റെ പുറത്തേക്കോ ടോയ്ലറ്റിലേക്കോ കൊണ്ടു ഒഴിവാക്കും. നാട് വൃത്തിയാവുമോ? വൃത്തിയാവില്ല. ആ വെള്ളം എത്തിയ എല്ലാ സ്ഥലവും നജസായി. ഇനി ഉണങ്ങിയാൽ തന്നെയും വൃത്തിയാവില്ല. പിന്നെ നമ്മൾ ഒളു എടുത്ത് നനഞ്ഞ കാല് കൊണ്ട് അവിടെ ചവിട്ടുന്നതോടെ നമ്മളെ കാല് നജസായി. അത് ചവിട്ടിയ നിസ്കാരപ്പായ നജസായി, നിസ്കാരവും ബാത്തിലായി. പിന്നെന്താ ചെയ്യാ? വേറെ ചിലർ വെള്ളം എടുത്ത് പാട്ടയിൽ വരും. എന്നിട്ട് അതിലൊന്ന് കൈയിട്ടിട്ട് ആ മൂത്രം ഒന്ന് തുടക്കും. പിന്നെ ആ കൈ ഒന്നുകൂടി അതിലിട്ടിട്ട് പിന്നെയും തുടക്കും. എന്തായി? ആ സ്ഥലം നജസായി, ഓളും നജസായി, ആ പാത്രം നജസായി, എല്ലാം നജസായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ സ്ഥലം അങ്ങനെ തന്നെ കൊത്തിക്കോരി കൊണ്ടുപോയിട്ട് വലിച്ചെറിയാ? അതൊന്നും വേണ്ട. വളരെ ലളിതമാണ്. ഒരുണങ്ങിയ ശീലെടുക്കുക. നജസ് വൃത്തിയാക്കുമ്പോ ആദ്യത്തെ നിബന്ധന നജസിന്റെ തടി നീക്കുക എന്നാണ്. അതിന് വേണ്ടത് ഉണങ്ങിയ ശീല എടുത്ത് ആ നജസ് അങ്ങോട്ട് ഒപ്പിയിട്ട് നജസിന്റെ ഗ്രേഡ് മാറി മുഖഫഫ്, നിസ്സാരമായ നജസ് എന്ന പരുവത്തിലേക്ക് എത്തി ഉണങ്ങിയാൽ ഇനി അവിടെ ഒരു കോപ്പ വെള്ളം ഒഴിച്ചാൽ ഒഴിക്കുന്നതോടെ ആ സ്ഥലം വൃത്തിയായി. തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഒക്കെ വൃത്തിയായി. ഇങ്ങനെയാണ് അത് വൃത്തിയാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം പോലും ശരിയാവൂല. അങ്ങനെ നല്ല ഉറങ്ങുന്ന റൂം വളരെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പരമാവധി 2 ജനൽ എല്ലാ റൂമിനും വേണം. ആ ജനലിന് പോള വെക്കുമ്പോൾ നടുവിലെ പോള 2 എണ്ണമാക്കി വെക്കുക. എന്നിട്ട് മേലെയുള്ള 2 ഭാഗത്തെ ജനലിന്റെയും ഓരോ പോള വീതം തുറന്നു വെച്ച് വായുവിന് വരാനും പോകാനുമുള്ള ഒഴിവ് വെച്ചിട്ടേ നമ്മൾ റൂമിൽ ഉറങ്ങാവൂ. അല്ലാതെ അടച്ചിട്ടൊരു റൂമിൽ AC ഇല്ലാതെ, പുറത്തേക്ക് കാറ്റ് വിടുന്ന ഫാൻ ഇല്ലാതെ നമ്മൾ അടച്ചിട്ടൊരു റൂമിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് 2 or 3 മെമ്പർമാർ ഉറങ്ങാൻ തുടങ്ങിയാൽ രാത്രി 1 മണി 2 മണിയാകുമ്പോഴേക്ക് ആ റൂമിലുള്ള ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ കുറയും. അങ്ങനെ കുറഞ്ഞാൽ നല്ല വായു കിട്ടാതെ നമ്മളെ ശരീരത്തിന് ക്ഷീണം വരും. സുബഹിക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ജനൽ തുറന്നിട്ട് ഉറങ്ങിക്കൂടാന്ന്. കാരണം കള്ളന്മാരെ ശല്യല്ലേ. കള്ളന്മാർക്ക് ഇപ്പൊ നേരല്ലല്ലോ. പണ്ടൊക്കെ കള്ളന്മാര് വന്നാൽ ചങ്കിരിയൊക്കെ പതുക്കെ ഇങ്ങനെ അയച്ചിട്ട് കമ്മൽ ഊരിപ്പോക്ക. ഇന്ന് സമയമല്ല, വേറെ ഉണ്ട് കാക്കാൻ. അതുകൊണ്ട് ഓലെന്ത് ചെയ്യും? പെട്ടെന്ന് വന്നിട്ട് കാത് കട്ട് ചെയ്താണ് പോക്ക. പിന്നെ റൂമിലെത്തിയിട്ട് ഒരുത്തന് ഡ്യൂട്ടി കാറും ഈ കാതും കമ്മലും വേർപെടുത്തുക. കള്ളന്മാരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനത്തെ തിരക്കുള്ള കാലമായതുകൊണ്ട് ജനൽ തുറന്നിടാനും പറ്റൂല. പിന്നെ AC ആണ്. AC നമ്മളെ കാലാവസ്ഥയിൽ നമ്മളെ ആളുകൾക്ക് അതിന്റെ ആവശ്യം കുറവാണ്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ തിരക്കടൊന്നുമില്ല. പിന്നെ ശീലിക്കാത്ത കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിലോ അത് കൂടുതൽ ആപത്തുമായിരിക്കും. കുട്ടിയൊക്കെ അതിന്റെ പേരിൽ ജലദോഷം കഫക്കെട്ടൊന്നും മാറൂല. പിന്നെ നല്ലത് പുറത്തേക്ക് മേലെ നമ്മളെ എയറോൾസിന്റെ അവിടെ നല്ലൊരു ഫാൻ വെച്ചു കൊടുക്കുക. പുറത്തേക്ക് കേടുള്ള വായു ഒക്കെ പോകണം. അതപ്പം ഏറ്റവും സുരക്ഷിതം. ആ രീതിയിൽ നല്ലൊരു റൂം, ഉറങ്ങുന്ന റൂം ആരോഗ്യകരമായിരിക്കണം. നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പം തന്നെ തൊട്ടിലുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മൂത്രമൊഴിച്ചു രാത്രി 10 മണിയായപ്പോഴേക്ക്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താ നമ്മൾ ചെയ്യുക? ഇനി രാവിലെ എടുത്ത് ഒഴിവാക്കാന്നാ വിചാരിക്കുക. പക്ഷേ ആ റൂമിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റ് കൊണ്ടും അല്ലാതെയും ഈ
പാത്രത്തിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം ബാഷ്പീകരിച്ച് വെള്ളമായി മാറും. അത് ശ്വസിച്ചാൽ മതി, നമുക്ക് രോഗം വരും. നമ്മളെ അത്ര പ്രതിരോധ ശേഷിയില്ലാത്ത കുട്ടികൾക്കും കഫക്കെട്ടും പനിയും മാറൂല. അത് നമ്മൾ എന്നും ആശുപത്രി കൊണ്ട് നിർബന്ധമായി വരുന്നത്. ഒരു നനഞ്ഞ തോർത്തുമുണ്ട് പോലും ചെറിയ കുട്ടികളുള്ള ഉറക്കറയിൽ ആറിയിട്ട് പോകരുത്. അത് മതി ആ കുട്ടിക്ക് കഫക്കെട്ടുണ്ടാകാൻ, ജലദോഷമുണ്ടാകാൻ. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ വീടിന്റെ പരിപാലനം ഇത് സ്ത്രീകളുടെ ചുമതലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെണ്ണ് വമ്പിച്ച ദൗത്യം ഒരു സമുദായത്തിന്റെ, ഒരു ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിന് അവർക്ക് ചെയ്യാനുണ്ട്. അതാവട്ടെ അടിസ്ഥാനപരമായ പ്രവർത്തനമാണ്. അത് നിർവഹിക്കപ്പെടാതെ പെണ്ണ് പുറത്തേക്ക് ചാടിയാൽ അതുകൊണ്ട് നഷ്ടമാകുന്നത് നല്ല ഒരു മനുഷ്യ സമുദായത്തെയാണ്. ഈ കുട്ടികളെ പരിചരിക്കുകയും അതിന് അന്തരീക്ഷം ഉള്ള വീട് സൃഷ്ടിക്കുകയൊക്കെ ചെയ്യേണ്ട ദൗത്യം അത് സ്ത്രീകൾ തന്നെ നിർവഹിക്കേണ്ടതാണ്. പുരുഷന് ചെയ്യാൻ പറ്റിയ ജോലിയല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ദൗത്യത്തിന്റെ ഇടയ്ക്ക് ഇസ്ലാം അവർക്ക് എന്തുമാത്രം ഇളവ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ അവരോട് ഇസ്ലാം പറയുന്നത്. നമ്മൾ ജുമുഅക്കും ജമാഅത്തിനൊക്കെ വേണം പള്ളിയിലേക്ക് ആണുങ്ങൾ. അവിടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾ അതിന് പോകണ്ട. വീട്ടിൽ ഇത്രയും വലിയ ജോലി ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം സ്വന്തം പെണ്ണിന് അവളെ വീട്ടിൽ കൊടുക്കുകയാണ് അല്ലാഹു തആല. അതിന്റെ കാരണം എന്താ? ആണ് ചെയ്യാത്ത ഈ വമ്പിച്ച ദൗത്യം അവരാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ അവർ ഗർഭം ചുമക്കേണ്ടവരാണ്. 2 കൊല്ലക്കാലം കുഞ്ഞുങ്ങൾ കമ്മിഞ്ഞ കൊടുക്കേണ്ടതാണ്. ഇതൊന്നും നമുക്ക് കഴിയൂലല്ലോ. ഒന്ന് ഞാൻ പറ്റില്ല, 2 നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏൽക്കാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ല, മോലങ്ങൾ കൊടുക്കണം എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ അവർ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാലും കുട്ടികളെ പരിചരിക്കാൻ നമ്മളെ കൊണ്ടാവൂല. നമ്മൾ നല്ലോണം ചിരിച്ചു കളിക്കുമ്പോൾ ഒന്ന് താടിമേത്തോണ്ടി എന്തല്ല കുഞ്ഞി മോനെ എന്ന് ചോദിക്കും. കുട്ടി കരഞ്ഞാലോ ഇന്ന ബാത്തുമാ എന്റെ കുട്ടീനെ, മൂത്രമൊഴിച്ചാലോ ചിലപ്പം വലിച്ചെറിയുകയും ചെയ്യും. നമ്മൾ ആ ജാതി മൊരവൻ സൈസല്ലേ. ഇത് പെണ്ണുങ്ങൾക്കേ കഴിയൂ. ഈ പൊരിഞ്ഞ തിരക്കുകൾക്കിടയിൽ ഒരു പെണ്ണ് പള്ളിന്ന് ബാങ്ക് കേൾക്കുമ്പം 5 നേരം ജമാഅത്തിന് പങ്കെടുക്കൽ അവളോട് മതം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മതം ബുദ്ധിയുള്ള മതമാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണോ, പാരതന്ത്ര്യമാണോ അവതരിപ്പിക്കുന്നത്? നമുക്കൊക്കെ അനുഭവമല്ലോ. പെണ്ണിനോട് നമ്മൾ പറയാം 9 മണിയാകുമ്പം കല്യാണത്തിന് പോകണം, റെഡിയായി നിന്നോളണേ എന്ന് പറഞ്ഞിട്ട് 11 മണിയായിട്ട് ഇവൾ റെഡി ആയിട്ടുണ്ടോ? കാക്ക നോക്കുമ്പോൾ നോക്കുക കണ്ണാടിയില്. ഇത് തീരണ്ടേ? ഇങ്ങനത്തെ പെണ്ണുങ്ങൾ 5 നേരം മാറ്റിയിട്ട് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാല് ഒരു മതം അങ്ങനെ പറയില്ല. ഇസ്ലാം ഇത് സ്ത്രീകൾക്ക് ഇളവ് കൊടുത്തതാ. അതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. മറ്റേതൊരു ബാധ്യത. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്വം, ചുമതലയും ബാധ്യതയാ. അതിൽ നിന്ന് പെണ്ണിനെ ഒഴിവാക്കി ഈ പൊരിഞ്ഞ തിരക്കുള്ളത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി പ്രവർത്തിക്കുക. അതാണ് സ്ത്രീയുടെ പ്രവർത്തന വേദി. അവിടുന്ന് ഈ ദൗത്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവളും കൂടി റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് മാനവ സമൂഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഭാവിയുടെ തലമുറയാണ്. അതാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും അവരുടെ റോളുകളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ഇതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഇനി വിവിധങ്ങളായ റോളുകൾ വേറെയുണ്ട്. ചില ആളുകൾ കുടുംബം വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മോശൻ എന്ന പദവിയിലേക്ക് എത്തും. അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു പദവി. ഇവിടെ അങ്ങനെയല്ലേ പറയല്? പറഞ്ഞാൽ തിരിയല്ലോ അല്ലെ? ഞങ്ങൾ മലപ്പുറത്തേരെ ഭാഷ നിങ്ങൾക്ക് തിരിഞ്ഞോളന്നില്ല ചിലപ്പോൾ. അമ്മായിമ്മ എന്ന് പറയും. ഈ റോളിലൊക്കെ എത്തുമ്പോൾ വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ചില സ്ത്രീകൾക്ക് ഇപ്പൊ ഞാൻ ഈ അമ്മോശം എന്നൊക്കെ പറഞ്ഞു കേട്ട അതുപോലെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ പെടക്ക, ആ മൊരവൻ തന്ത വല്ല മനസ്സിൽ വരികയാണ്. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും മൂപ്പര് കുറ്റേ പറയും. കുട്ടി കരഞ്ഞാൽ അപ്പം ചാടിക്കളിക്കും. ഇങ്ങനത്തെ ഒരു കാക്കയാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് വലിയ ദേഷ്യമാണ്. എന്നാൽ സഹോദരിമാരെ, ഒരിക്കലും ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യൂല. പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയായിരിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സ്ത്രീയോളം ശേഷിയുള്ള മറ്റാരുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്ക് അല്ലാഹു കൊടുത്ത ഒരുപാട് നേട്ടങ്ങൾ, ബുദ്ധി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ധൈര്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ മൗലിയാർ ഞമ്മക്കെതിരാ, പെണ്ണുങ്ങൾക്കെതിരാണ്. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഖുർആനിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അല്ലാഹു കൊടുത്തതായി അവൻ പറഞ്ഞിട്ടുണ്ട്.
അതിൽപ്പെട്ടതാണ് വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ഓ ജനങ്ങളെ, നിങ്ങളെ മനസ്സിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും ആർദ്രതയും എല്ലാം ഇട്ടുതന്നു. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആരോഗ്യവും ബുദ്ധിയും ധൈര്യവും ഒക്കെ പുരുഷന് വാരിക്കോരി കൊടുത്തപ്പോൾ സ്ത്രീകൾക്ക് അല്ല കോരി കൊടുത്തതെന്താ? സ്നേഹിക്കാനുള്ള ശേഷി, സങ്കടം, ദുഃഖം പ്രകടിപ്പിക്കാനുള്ള കഴിവ്. അതൊക്കെ വലിയ കഴിവാ. അത് വലിയ കഴിവാ. ആ കഴിവുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോയത്. ചെറിയ കുട്ടികളാകുമ്പം, അതുപോലെ നമ്മൾ രോഗികളാകുമ്പം, വാർദ്ധക്യത്തിന്റെ പിടിയിലൊതുങ്ങുമ്പം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും താങ്ങും തണലുമേറ്റല്ലാതെ നമുക്കാർക്കൂടെ ജീവിക്കാൻ കഴിയൂല. അതിന് നമ്മളെ പറ്റൂല പുരുഷന്മാരെ. ആരെ പറ്റൂ? പെണ്ണുങ്ങളെ പറ്റൂ. ഇതുകൊണ്ടാണ് പ്രസവം, ഗർഭം ഇതൊക്കെ അല്ല പെണ്ണുങ്ങൾക്ക് കൊടുത്തു. നമ്മളൊക്കെ ഗർഭം ചുമക്കേണ്ടി എന്ന് ഒരാഴ്ച കൊണ്ടെടുക്കാനാവും നമ്മളോട്. താടി വടിക്കും പോലെ വടിച്ചാട് കളയും. കാരണം നമ്മൾ ക്ഷമ വരില്ല. അപ്പോഴേക്ക് ചൊരിയെടുക്കും, അപ്പോഴേക്ക് വടിച്ചു കളയും എന്ന മാതിരി ഒഴിവാക്കി കളയും. പുരുഷന്റെ മാനസികാവസ്ഥ അതാ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. എന്ത് സഹിച്ചും അവരിതിന് സന്നദ്ധരാകുന്നത് അവരെ കൽബിൽ അല്ലാഹു കൊടുത്ത സ്നേഹമാണ്. കുട്ടികൾ എത്രയാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത്. രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നിലവിളിച്ച് കരയുകയാണ്. നേരം വെളുക്കുന്നത് വരെ മൂത്രത്തിൽ കുളിപ്പിക്കുകയാണ്. രാവിലെ പോയി ഇവള് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഈ കുട്ടീനെ എടുത്തൊന്ന് അമ്മിഞ്ഞ കൊടുക്കാന്ന് വിചാരിച്ച് കയ്യിൽ വെച്ചതാ. അപ്പൊ പിന്നെ കയ്യിലേക്ക് വിളമ്പി കൊടുക്കുക. എന്നാ ഇതിനെ വലിച്ചെറിയുന്നുണ്ടോ? ഇല്ല. ഒരു ഉമ്മ കൊടുത്തിട്ടാ പിന്നെ ആ കുട്ടീനെ വൃത്തിയാക്കി കൊടുക്കുന്നത്. ഞമ്മക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? വജഅല ബൈനകും മവദ്ദതം വറഹ്മ. സ്ത്രീ ഹൃദയത്തിലേക്ക് അല്ലാഹു കോരിയിട്ട് കൊടുത്തതാണ് കാരുണ്യം, സ്നേഹം. ഇതുപോലെ നോക്കൂ നിങ്ങൾ, രോഗികളാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ താങ്ങും തണലുമാണ് ആവശ്യം. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ ചെന്നാൽ അവിടെയൊക്കെ നമ്മൾ അധികവും നഴ്സുമാരായി കാണുന്നത് പെൺകുട്ടികളെയാണ്. ആൺകുട്ടിക്കൊക്കെ പണി കിട്ടിയോണ്ടാ? അല്ല, പണിയില്ലാത്ത എത്രയോ ആൺകുട്ടികളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആണുങ്ങളെ നഴ്സിങ്ങിന് കൂടുതൽ എടുക്കാത്തത്? നമ്മളെ സ്വഭാവം അതിന് പറ്റൂല. കാരണം രോഗിയുടെ സ്വഭാവം എന്താ? ചെറിയ കുട്ടികളെ സ്വഭാവ, വയസ്സന്മാരെയും സ്വഭാവ. രോഗിന്റെ അടുത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ രോഗി എന്നെ കുത്തണ്ടെന്ന് പറയും. എന്നോട് നിങ്ങളോടൊക്കെയാണ് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ ഡ്യൂട്ടിന്റെ ഭാഗം പിന്നെ ആരാന്റെ ബാപ്പനെ കുത്താനോന്ന് ചോദിച്ചൂടി നമ്മൾ, പിന്നെ അടിയേക്കുവാണ്. അതേ സമയത്ത് പെൺകുട്ടികൾ അങ്ങനെയല്ല. ഓല് ഇതുമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിരിച്ചോണ്ട് എന്തെല്ലാം വല്യുപ്പാന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് കുത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞ് പതുക്കെ മരുന്നുള്ളിലാക്കി തടിയെടുക്കാൻ അവർക്ക് പറ്റും. ഞമ്മക്കതിന് കഴിയൂല. അതുകൊണ്ടാണ് എല്ലാ ആശുപത്രികളിലും ഈ ഡ്യൂട്ടിക്ക് പെണ്ണുങ്ങളെ നിശ്ചയിച്ചത്. അല്ലാഹു പറഞ്ഞത് വെറുതെ അല്ല. വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹു സ്നേഹം അളന്നു കൊടുത്തതിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്താ വിഷയമുണ്ട്. അത് സ്ത്രീകൾക്കാ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കാൻ എത്ര ചികിത്സക്ക് പണം വേണമെങ്കിലും നമ്മൾ ആൺകുട്ടികൾ കൊടുക്കും. പക്ഷേ വാപ്പ കിടക്കപ്പായയിൽ മൂത്രമൊഴിച്ച് കിടക്കുന്നു, കാഷ്ടിച്ചു കിടക്കുന്നു. ഇത് കണ്ടാൽ ആൺകുട്ടികളുടെ നെറ്റി ചുളിയും, അവന്റെ പുരികം വളയും, വിളിക്കും കദീശത്താ ഒന്നിങ്ങ് വന്നേ, ഇതൊന്ന് വൃത്തിയാക്കൂ. നമ്മളെ മാതിരിയുള്ള മൂക്ക് അവൾക്കുമില്ലേ, അവൾക്കും നാറ്റല്ലേ. പക്ഷേ അവരെ കൽബിൽ അല്ലാഹു കൊടുത്ത സ്നേഹാധിക്യം കാരണം സ്വന്തം വിസർജ്യ വസ്തുവിനെ പോലെ പിതാവിന്റെ വിസർജ്യ വസ്തുവിനെയും മക്കളുടെ വിസർജ്യ വസ്തുവിനെയും കാണാൻ ഒരു പെണ്ണിന് സാധിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതൊക്കെ അല്ലാഹു പ്രകൃതിയിൽ ഒരുക്കി വെച്ച സംവിധാനങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീയുടെ പ്രകൃതി സ്നേഹം അത് വാരിക്കോ കൊടുക്കുന്ന പ്രകൃതമാണ്. ആ പെണ്ണിന്റെ പ്രവർത്തന കേന്ദ്രം വീടാണ്. വീട് വിട്ടിട്ടല്ല അവള് പോകേണ്ടത്. ആ സഹോദരി വീടിന്റെയും മക്കളുടെയും കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തണം. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷൻ കയറി വരുമ്പോൾ അവന് സാന്ത്വനം കൊടുക്കണം. ഭാവിയുടെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണം. ഈ രീതിയിലുള്ള സ്ത്രീകൾ, അവർക്ക് കാരുണ്യവും സ്നേഹവുമാണ് ആവശ്യം. സ്നേഹം നന്നായി കൊടുക്കാൻ അവർക്ക് കഴിയും. ആ സ്നേഹം കൊണ്ട് അമ്മോശനെയും അമ്മായിമ്മയെയും അതുപോലെ ഭർത്താവിന്റെ സഹോദരിമാരെയും സഹോദരങ്ങളെയും ഒക്കെ കീഴടക്കാൻ കഴിയണം. അതിനെന്താണ് വഴി? ഒരു പ്രശ്നവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരിക. എന്നാൽ എങ്ങനെ അവൾ അവിടെ പെരുമാറേണ്ടത്?
അതിപ്പോ എല്ലാവർക്കും അറിയല്ലോ. നമ്മളൊക്കെ ഒരു 10-15 ദിവസമായിട്ടുണ്ടാവും ഉറക്കൊഴിയണ്, എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ. അതുകൊണ്ട് ഇന്ന് ലേശായിട്ട് ഉറങ്ങുക. വന്ന ഫസ്റ്റ് രാത്രി തന്നെ ഇവര് നന്നായി വിസ്തരിച്ച് അങ്ങോട്ട് ഉറങ്ങി. രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ ഇങ്ങനെ കണ്ണും തിരുമ്പി വരികയാണെങ്കിൽ ഒന്നാമത്തെ പരീക്ഷ തന്നെ അവിടെ പരാജയപ്പെടും. അവിടെ അങ്ങനെ ഉറങ്ങിപ്പോകാൻ പാടില്ല. തലേന്ന് എത്ര ദിവസം ഉറക്കൊഴിച്ചാലും ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലെത്തിയ ദിവസമാണോ സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന് തന്നെ എഴുന്നേൽക്കണം. അതിന് ഉണരൂലാന്ന് പേടിയുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ കൊണ്ടുപോവുക, അലാറം വെക്കുക, അല്ലെങ്കിൽ വലിയൊരു മെഷീനായിട്ട് പോയിക്കോളി നിങ്ങൾ. അത് വെച്ചിട്ട് ആ സമയത്ത് എഴുന്നേൽക്കുക തന്നെ വേണം. എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് അമ്മോശം കാക്കും അമ്മായിമ്മക്കും അവിടെ കൊടുക്കുക ഓരോ 1/2 ഗ്ലാസ് കട്ടൻ ചായ. ഇത് കുടിച്ചിട്ട് അമ്മോശം പറയാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. റുഖിയ്യ, പാത്തുമ്മ, നബീസ, ഖദീജ 4 പെമ്മക്കൾ നമുക്ക് ഉണ്ടായിട്ട് ഈ നേരത്തെ ഇത്ര നല്ലൊരു കട്ടൻ ചായ കൊണ്ടുതരാൻ ഇവള് എന്നെ വരണ്ടി എന്നില്ലേ. നല്ല കുട്ടിയിട്ടോ, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ. ഇനി ഇവളെ ഇരുത്തുന്ന എന്ത് കണ്ടാലും അമ്മോശനും അമ്മായിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ നാളെ പോയിട്ട് ഈ കട്ടൻ ചായ ആയിട്ടാണ് ചെല്ലണ്ട, ഇതോലും കേട്ടിട്ടുണ്ട്. അവർ കേൾക്കാത്ത എന്തെങ്കിലും ഐഡിയ ആയിട്ട് സ്നേഹം കൊണ്ട് അടക്കുക. അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഭർത്താവിന്റെ ഉപ്പ നമ്മളെ വാപ്പയാണ്, അവർക്ക് നമ്മളോട് ഉപദേശിക്കാൻ അവകാശമുണ്ട്, നമ്മളെ ശകാരിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ അവരെന്തെങ്കിലും പറയുന്നതിന് എന്നോടുള്ള വെറുപ്പിന്റെ പേരിലാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പെണ്ണും കണ്ടുകൂടാ. അതെന്റെ ബാപ്പയാണ്, എന്റെ ഉപ്പയാണ്. ഈ അർത്ഥത്തിൽ അവരെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ദ്വാരക്കണം. എന്തിനാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെറിയൊരു ഷെഡ് കെട്ടി പോവാണ്. ഇവനാണെങ്കിൽ നല്ലൊരു തറവാട്ടുകാരനും ഒരു മുതലാളിന്റെ ഒക്കെ മകന് നല്ല ഭൂസ്വത്തുണ്ട്. എന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, നമ്മളെ കല്യാണം ഈ നോമ്പ് കഴിഞ്ഞ ഉടനെയാണ്. അങ്ങനെ കഴിഞ്ഞ ഉടനെ നടന്ന് ഇപ്പം വലിയൊരുനാള് അവിടെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രശ്നം അവൾക്ക് പ്രശ്നമായി പോയതാ. അതിന്റെ കാരണം എന്താ? പിന്നെ ജോലിയിൽ നിന്ന് തൽക്കാലം കല്യാണം ആയതുകൊണ്ട് ഞാൻ മാറിയെന്ന്. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമൊക്കെ ആയപ്പോ വലിയ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ വിചാരിച്ചു പുതിയത് ചെറിയനാൾക്ക് എടുത്തതുണ്ട്, കല്യാണത്തിന് എടുത്തിട്ടുണ്ട്, അതിനകത്ത് തക്കാരത്തിന് ഇട്ടതൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോ ഡ്രസ്സൊന്നും എടുക്കാനാവില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചപ്പം പിന്നെ ഞാൻ കരുതിയാണല്ല, നമ്മൾ ആദ്യമായിട്ടൊരു വലിയൊരുനാൾ വരുന്നല്ലേ, ഓക്ക് എന്തെങ്കിലും വാങ്ങാൻ ഞാൻ മോശമല്ലേ എന്ന് കരുതി കൂട്ടുകാരന്റെ കടയിൽ ചെന്ന് കടം വാങ്ങി അവൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ അവൾ ഇത് വേഗം എന്ത് ചെയ്തു, ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു, താങ്കളെ മോനെ എനിക്ക് പെരുന്നാക്കൾക്ക് എടുത്തതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞാൽ എടുക്കടി, ഒരു പ്രശ്നവുമില്ല, വളരെ സ്നേഹത്തിലാണ്. അപ്പൊ ഇവളിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചു. അപ്പൊ ഒന്ന് ഓക്കുള്ള മറ്റത്, അത് ഓക്കുള്ള വേറെ ഒന്ന്, ഇങ്ങനെ എല്ലാം അവൾക്കുള്ളതിന്. പിന്നെ ഉമ്മ ഒന്ന് നോക്കി, ഇനി എന്തോ ഉണ്ടോന്ന്, പിന്നെ ഒന്നുമില്ല. ഇതോടെ ഉമ്മാന്റെ മുഖത്ത് ഇടിപറ്റിയ മാതിരിയായി. പിന്നെ ചിന്ത തന്നെ ചിന്ത. അന്ന് ഉമ്മക്ക് ഉറക്ക് വന്നില്ല. രാത്രി 12 മണിയായിട്ട് ഉമ്മക്ക് ഉറക്ക് വരുന്നില്ല. അവസാനം ഉമ്മ ചിന്തിച്ച് കണ്ടെത്തിയ ഇതൊക്കെ ഓളെ പണിയാണ്. എന്റെ മോൻ ഇങ്ങനെ തോന്നുന്നല്ല, ഓ സാധാരണ ഒരു പെരുന്നാൾ ഇവിടെ കഴിക്കുമ്പോ എനിക്കോ എന്റെ പെങ്ങന്മാർക്കോ എന്തെങ്കിലും ഒന്ന് പുതിയത് വാങ്ങാതെ നമ്മുടെ പെരുന്നാൾ വെച്ചിടണം. ഇപ്പൊ ഓള് കേറി നോക്കുമ്പോ ഓള് പറഞ്ഞതാണ് ഞമ്മക്കൊന്നും എടുക്കണ്ട, പോരെ പൂരം. പിന്നെ പിറ്റേന്ന് തുടങ്ങാണ് അമ്മായിമ്മ പീഡനത്തിന്റെ 1-ാം മുറ. അതാദ്യം എന്താ ചെയ്യാ, ആദ്യം കംപ്ലീറ്റ് ബെഡിന്റെ ഉറയും തലക്കാണിന്റെ ഉറയൊക്കെ വലിച്ചൂരിട്ട് കൊണ്ടുപോയി അലക്ക് ചായ പിന്നെ കുടിക്കാൻ, വെറും വയറ്റില് അലക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറയാണ്, ഈ ആകും കൊലയൊക്കെ തുടച്ചാളാ, ചായ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. അങ്ങനെ ഇവള് സാധു ഇങ്ങനെ തുടക്കാൻ ചെന്ന് നോക്കും ഉമ്മ വേക്കല്. സാധാരണ ഇല്ലാത്തൊരു പതിവ്. അല്ല, എന്റെ തള്ള എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ, ഒരു തുടക്കണത് അറിയില്ല എനിക്ക്, ഇതുവരെ ഇല്ലാത്തൊരു. ഈ കുട്ടി ഞെട്ടിപ്പോയി, എന്താ പഠിച്ചോനെ ഞാൻ ചെയ്ത തെറ്റ്, ഇവക്കൊന്നും തിരിയുന്നില്ല. ഇങ്ങനെ തുടങ്ങിയതാണ്. തുടങ്ങി വല്ലാതെ ആയപ്പം ഒരിക്കൽ ഈ ചെറുപ്പക്കാർ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഓളും നിങ്ങളെപ്പോലത്തെ ഒരു പെണ്ണ് തന്നെയല്ലേ, ഓളൊരു വേലക്കാരി ഒന്നും അല്ലല്ലോ. അപ്പൊ ഉമ്മ നെഞ്ഞടിച്ചൊരൊറ്റ കരച്ചിലാണ്, ഇയ്യൂപ്പ് ഓളെ വാത്താലേ നാ എന്നാട് കൊന്നു തിന്നാൾ നിങ്ങൾ രണ്ടാളൂടി. ഇതാ കുഴപ്പം, ഇനിയിപ്പോ ആ പൊരേല് ഒരു ദിവസം നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് തൽക്കാലം ഒരു ഷെഡും കെട്ടി ഞങ്ങൾ പോവാണ്. എന്താ ഇപ്പൊ ഈ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം? ഉമ്മമാരെ മനഃശാസ്ത്രം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ അറിഞ്ഞിരിക്കണം, ഉമ്മ അവരൊരിക്കലും നമ്മൾ കണ്ണീര് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മക്കളുടെ സ്നേഹവും മക്കളുടെ സന്തോഷവുമാണ് ഉമ്മമാരെ സ്വപ്നം തന്നെ. ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഇങ്ങനെ പെരുമാറുന്ന ഉമ്മമാരുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പക്വതക്കുറവാണ്.
സാധാരണ പഴമക്കാര് പറയാറുണ്ട്, ഭർത്താവ് തന്റെ സാമ്പത്തിക നിലയുടെ യഥാർത്ഥ ചിത്രം ഭാര്യന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത്. അതൊരു മനഃശാസ്ത്ര. ചില ആൾക്കാരുണ്ടാവും, പോയത്തക്കാര്, ഓൻ ജോലിക്ക് പോകും, കിട്ടി 200 രൂപ ഓളെടുത്ത് കൊണ്ടു കൊടുക്കും, പിന്നെയും പോകും ഓളെടുത്ത് കൊണ്ടു കൊടുക്കും. ഇപ്പം പൊണ്ണന. ഇവനെ പറ്റി ഒരു മതിപ്പും ഭാര്യക്ക് ഉണ്ടാവില്ല. കാരണം ഓള് ചിന്തിക്കാണ്, ഇവന്റെ അടുത്ത് പാകത്ര ഉള്ളത് 2000 രൂപ. എത്താ 2000 കൊണ്ട് കാട്ടുക? കുട്ടീനെ കെട്ടിക്കണ്ടേ, പൊര ഉണ്ടാക്കണ്ടേ, വിസ വാങ്ങണ്ടേ? ഈ 100 കൂട്ടം പണിന്റെ ഇടയിൽ ഇവന്റെ 2000 രൂപ കൊണ്ട് എന്താ ഓക്കെല്ലാം ഇവന്റെ അടുത്ത് ആകെ ഉള്ളത്? ഈ പെണ്ണിന് ഭർത്താവിനെ കുറിച്ച് ഒരു മതിപ്പുണ്ടാവില്ല. പിന്നെ ഓളിങ്ങനെ ചിന്തിക്കഞ്ഞ് വേറെ ഏതെങ്കിലും തന്നെ കൂടെ പോയാലോ എന്ന് വരെ ഓള ആലോചിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സ് പെണ്ണിന്റെ അടുത്ത് കൊടുക്കരുത് എന്ന് പഴമക്കാര് പറയുന്നത് സത്യമാണ്. എന്നാൽ ഉമ്മയോടും വാപ്പയോടും ഉള്ളത് നമ്മൾ തുറന്ന് പറയുകയും വേണം. ഗൾഫിലൊക്കെ പോയാൽ ചില ചെറുപ്പക്കാരുണ്ടാവും, അവിടെ എന്താ ജോലി? അത് ഞാൻ ഹോസ്പിറ്റലിലാണ്, അതിന്റെ MD ആണെന്നൊക്കെ എവിടെ വന്ന് പറയാ. അവിടെ എന്തായിരിക്കും പരിപാടി? അവിടെ സുലൈമാനി ഓപ്പറേറ്റർ ആയിരിക്കും. എന്നാൽ ഇവിടെ വന്ന MD എന്നൊക്കെ പറഞ്ഞ വാപ്പ വിചാരിക്കലെന്താ, ഓന് ലക്ഷക്കണക്കിന് സമ്പാദ്യം ഉണ്ട് എന്നാ. വാപ്പ നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ, എന്റെ ജോലി ഇതാട്ടോ എന്നാണ് പറഞ്ഞേക്കണ്ടേ. അല്ലെങ്കിൽ വാപ്പക്ക് മതിയാവൂല. നിന്നെ കണ്ട് പലതും വാപ്പ ഏൽക്കും. ഇവിടെ അഗതി മന്ദിരം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതിന് 100 ലോഡ് സിമന്റിന്റെ വകയെന്നൊക്കെ വാപ്പ പറഞ്ഞോടും. കാരണം മോൻ അവിടെ ആശുപത്രിന്റെ MD ആന്നാ വാപ്പ കേട്ടത്. ഉള്ളതേ പറയാവൂ. വാപ്പാരെടുത്ത് നമ്മളില്ലാത്ത തോനെ കൂട്ടിയൊന്നും പറയണ്ട. ഭാര്യമാരെടുത്ത് അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. പിന്നെ അവര് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞാലോ അതിന് മറുപടി പറയേണ്ടത്, ആ മുന്തിരി പൊളിക്കുന്നതാണ്, ഈ ആപ്പിള് കയ്പാണ്, അതൊന്നും വേണ്ട. പൈസ ഇല്ല എന്ന് പറയരുത്. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ തരന്താണോ? അതുകൊണ്ട് ഭാര്യമാരോട് അങ്ങനെ പറയാം. ഉമ്മാനോട് ഇവന് പറയായിരുന്നു, ഉമ്മ ഞാൻ ഇക്കൊല്ലം ഡ്രസ്സൊന്നും വാങ്ങുന്നില്ല ഭാര്യക്ക്, കാരണം എൻ്റെ അടുത്തൊരു പൈസയില്ല. ഇവന് പറയാം, ഉമ്മാനോട് തുറന്നു പറയാം. അപ്പൊ ഉമ്മ എന്താ ചെയ്യാ? മാമൂല് നടപ്പാക്കുന്നതിൽ ഏറ്റവും ജാഗ്രത ഉമ്മമാർക്കല്ലേ. ഉമ്മ തുണിന്റെ കോന്തലും കണ്ട് കഴിക്കും. എന്റെ മോനെ, മനുഷ്യന്മാരോട് അറിയിപ്പിച്ചല്ലേ, ഇതാ ഇത് കൊണ്ടുപോയിട്ട് ഓക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക്, ഞങ്ങൾക്കൊന്നും ഈ വാങ്ങണ്ട എന്ന് പറയുന്ന ഉമ്മയാണിത്. പക്ഷേ ഈ ഉമ്മാനോടോ വിഷയം തുറന്നു പറഞ്ഞില്ല. അപ്പൊ ഉമ്മാക്ക് തെറ്റിദ്ധാരണ, അവൾക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയത് ഓളെ നിർദ്ദേശമാണ്. ഈ സാധു ഇവരറിയോ? ഇല്ല, അമ്മായിമപ്പെടുന്നതിന് തുടക്കാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട മനഃശാസ്ത്രം, ഉമ്മ നമ്മളെ ഗർഭം ചുമന്നവരാണ്, പ്രസവിച്ചവരാണ്, പെറ്റുപോറ്റിയവരാണ്. അവസാനം ഉമ്മാന്റെ 10 സെന്റ് സ്ഥലം വിറ്റാണ് നമ്മളെ ഗൾഫ് പറഞ്ഞയച്ചത്. ഉമ്മ മുൻകൈയെടുത്തിട്ട് നമുക്ക് കല്യാണം കഴിച്ചെന്നത്. ആ ഉമ്മാക്ക് ലഭിക്കേണ്ട സ്നേഹം വഴിമാറി ഒഴുകുന്നുണ്ടോ എന്ന ഒരു തെറ്റായ ധാരണ ഉമ്മമാരെ മനസ്സിലേക്ക് കയറിപ്പോയാൽ നമ്മളെ കുടുംബത്ത് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം. ഉമ്മാക്ക് കിട്ടേണ്ട സ്നേഹം അത് വഴിമാറിപ്പോകുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തണം. ഇതുകൊണ്ട് ആ ഫോൺ ചെയ്യുമ്പം ഭാര്യക്ക് മാത്രം പോരാ, തൂക്കമൊക്കണം. കത്തെഴുതുമ്പോൾ പോലും വേണം. ഉമ്മാക്ക് 1 വായി, ഭാര്യക്ക് 2 വായി പോരാ. ഉമ്മാക്ക് ഭാര്യക്ക് 2 പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ, ഉമ്മാക്ക് എഴുതണം 2 പേപ്പറിൽ. ആ ഉമ്മാക്ക് ഇത്രങ്ങാനും എഴുതാണ്ടാവോ? കുറച്ചുകൂടെ വലുതാക്കിയാളി. പേപ്പർ 2 വേണം, അല്ലെങ്കിൽ ഉമ്മ നോക്കൂലേ, ഓ ഓളയിലാ വിവരങ്ങൾ മുഴുവനുള്ളു. ഉമ്മാനോട് ചോദിച്ചു, എന്തെല്ലാങ്ങളെ മകന്റെ വർത്താനം? എന്റെ എനിക്ക് സുഖം തന്നെയല്ലോ, ഓളെടുത്താ വിവരം ഓളോട് ചോദിച്ചു നോക്കുന്നറിയ. കാരണം വിവരമൊക്കെ അവിടെ ഒരുപാട് പായി കള്ളാസല്ലേ. അപ്പൊ തൂക്കൊപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ ശക്തിയും കഴിവാണ്. അതനുസരിച്ച് പോയാൽ ഒരു വീട്ടിലും കുഴപ്പമുണ്ടാവില്ല. ഒരു പെങ്ങന്മാരും പാര വെക്കൂല. അവരൊക്കെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാം. ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ പറയേണ്ട എന്താ, ഓളെന്നോട് പറഞ്ഞ എനിക്ക് എന്തായാലും വാങ്ങണം, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഓളെ കുറിച്ച് വലിയ മതിപ്പേക്കും പെങ്ങന്മാർക്ക്. അല്ലെങ്കിൽ ഇവരെപ്പോഴും ഭാര്യ ഓളാണൊക്കെ മുടക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ പറയാ, ആ ഓളെന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നല്ല തന്നെ നോക്കി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ വെറുപ്പ് ഒഴിവാക്കാം. അങ്ങനെ തന്ത്രപൂർവ്വം കുടുംബത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും തീർക്കണം. ഇതുപോലെ ഭർത്താക്കന്മാരെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാര് ചിന്തിക്കേണ്ടത്, അവർ നിങ്ങൾ കന്യരാണ്. അവരുമായി കൂടി പെരുമാറുന്നതും അവരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരും അവരെ വേക്കിൽ കയറി യാത്ര പോകുന്നതും ഇതൊക്കെ മതം നിരോധിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടത്തോടൊരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ എനിക്കെന്റെ സഹോദരന്റെ ഭാര്യയെ കാണാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് ഒറ്റ വാക്കിൽ പറ്റില്ല എന്ന മറുപടി പറയാതെ അത് മരണതുല്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? അന്യരുമായി എപ്പോഴെങ്കിലും കാണുന്നത് പോലെയല്ല. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ അമിതമായി അടുത്താൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്.
ജ്യേഷ്ഠന്റെ ഭാര്യ, അവളെയും കൂട്ടി അനുജൻ, പ്രായപൂർത്തിയായ അനുജൻ ബൈക്കുമ്പലാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നതും. ആശുപത്രിയിലേക്ക് അവളെയും കൂട്ടി ഇവൻ ഒറ്റക്കാണ് പോകുന്നത്. ഹോട്ടലിൽ കയറി ഇവർ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പിശാചിന്റെ ദുർബോധനം, ഒരാണും പെണ്ണും ഒരുമിച്ചു ചേർന്നാൽ വളരെ വലിയ അപകടമുണ്ടാക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റായ സിഗ്നൽ വാക്കിലൂടെയോ കണ്ണുകൊണ്ടോ കരങ്ങളിലൂടെയോ ഉണ്ടായാൽ ലജ്ജ എന്ന് പറയുന്ന ഒരു വൻമതിലാണ് മനുഷ്യന്റെ തിന്മകൾക്കിടയിൽ ഇന്ന് ആകെ ഉള്ളത്. ഈമാൻ വളരെ നേർത്ത് പോയിട്ടുണ്ട്. നാണമെന്ന് പറയുന്ന ഒരു മതില്, ആ മതിലങ്ങ് പൊളിഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് അവസരമാണ് എപ്പോഴും ഉള്ളതെന്ന് നമ്മൾ മറക്കരുതേ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ഏതെങ്കിലും മക്കളുടെ ഭാര്യമാരെ മറ്റ് ആൺകുട്ടികളുടെ കൂടെ ഒറ്റക്ക് നിങ്ങൾ ഒരിടത്തും വിടാൻ പാടില്ല. അവരെല്ലാം കൊണ്ടുപോയാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഏൽപ്പിക്കേണ്ടത് ഒന്നുകിൽ കൂടെ നിങ്ങളും പോകണം, അല്ലെങ്കിൽ മഹറമായ ആളുകളെ കൂടെയാക്കണം. അല്ലാതെ പാടില്ല. ഇത് പല കുടുംബങ്ങളിലും വളരെ വലിയ കയ്പ് നീര് കുടിപ്പിച്ച അനുഭവങ്ങൾ. എന്ന് വെച്ചാൽ എന്താ മറുപടി? കുട്ടികളെ പോറ്റണ്ടേന്നാ. ആ മക്കൾ കേടുവന്നു പോയാൽ എന്തായിരിക്കും നമ്മളെയൊക്കെ സ്ഥിതി? പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ വസിയത്തായി ഈ വഅദ് പരിപാടിയുടെ സന്ദേശം എന്ന നിലക്ക് നിങ്ങളോട് പറയുന്നു, സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സത്യവിശ്വാസികളുടെ നിത്യശീലങ്ങളായ 10-ലേറെ വരുന്ന സംഗതികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങൾ എന്നും എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുക. അല്ലാഹു പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമുക്കൊക്കെ മനപ്പാടുണ്ടാവത്. റബ്ബനാ ഹബ് ലനാ, ഞങ്ങളെ നാഥ നീ ഞങ്ങൾക്ക് ഓശാരമായി തരണം. മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വമിൻ ദുർരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അഅ്യുനിൻ, കൺ കുളിർക്കെ സന്തോഷം തരണം. വജഅൽനാ, നീ ഞങ്ങളെ ആക്കി തരണം, ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുടരാൻ പറ്റിയ മാതൃകാ കുടുംബമാക്കി നീ ഞങ്ങളെ മാറ്റിത്തരണമേ. ഇത് അർത്ഥം ചിന്തിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ നിസ്കാരത്തിന് പ്രകയുമുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. അള്ളാഹു നമുക്ക് നല്ല സന്തോഷമുള്ള കുടുംബം തരുമാറാകട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവിവാഹിതർ കൂടി ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സംതൃപ്തമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പറയുന്നു, ഈ മക്കൾ ഇവർ കേടുവന്നു പോയാൽ നമ്മൾ എന്തായിട്ടും കാര്യമില്ല. ഒരിക്കൽ ഒരു ഹജ്ജിന് പോകുന്നു, പ്രായമായിട്ടുണ്ട്, നിരവധി ഹജ്ജ് ഇതിനു മുമ്പ് ചെയ്ത ആളാണ്. അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു. ഹജ്ജിന് പോകുന്ന അദ്ദേഹത്തിന് അവിടെ ഖുർആൻ ഓതി, മൗലിദ് ഓതി, പ്രാർത്ഥനയൊക്കെ നടത്തി ഇറങ്ങിപ്പോരുമ്പോൾ ആ മനുഷ്യൻ ഞങ്ങളെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങൾ ഒരു കാര്യത്തിനാണ് ഇപ്രാവശ്യം ദുആ ചെയ്യേണ്ടത്. ഹജ്ജ് കഴിഞ്ഞ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ വെച്ച് തന്നെ മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സാധാരണ ആരും പറയാത്തൊരു വിഷയം. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളതൊക്കെ കഴിഞ്ഞ് കുടുംബത്തിൽ വന്ന് അവരൊക്കെ കണ്ട് സന്തോഷത്തോടെ മരിച്ചാ പോരെ? അപ്പൊ അദ്ദേഹം വീട്ടിന്റെ മുകൾ നിലയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ആരാണ് ആ റൂമിലുള്ളത്? എൻ്റെ മക്കളാണ്. ഈ കാണുന്ന വലിയ ബംഗ്ലാവും ഈ വലിയ പറമ്പുമല്ല ചോര നീരാക്കി ഈ സാധുവായ ഞാൻ ഇല്ലായ്മയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അൽഹംദുലില്ലാഹ്. എന്നാൽ എൻ്റെ മക്കൾ ഇന്ന് വഴിതെറ്റിപ്പോയി. നിങ്ങൾ വളരെ ദൂരെ താമസിക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾ പോലും ഈ വയോധികനായ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ വന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നുവെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആമീൻ എന്നുപോലും പറയാൻ സന്മനസ് കാണിക്കാത്ത എൻ്റെ മക്കളാണ് കള്ളു കുടിച്ചുകൊണ്ട് ഭാര്യമാരുമായി കസവിശ കൂടുന്നത്. ഈ മക്കളിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സമ്പത്ത് എത്ര ഉണ്ടായിട്ടെന്താണ്, സമ്പാദ്യം ഉണ്ടായിട്ടെന്താണ്,
അതുകൊണ്ടാണ് നമ്മളെ മക്കളിലൂടെ സന്തോഷമില്ലെങ്കിൽ എല്ലാം വെറുതെയായി പോകും. അതുകൊണ്ട് മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ്. അവര് നന്നായി തീരാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പരത്തി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കുട്ടികൾ പഠിക്കുന്ന കാലത്ത് അവർക്ക് നല്ല അറിവ് നൽകണം, നല്ല സംസ്കാരം നൽകണം. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അവരെ അഭിരുചി, അവർ വായിക്കുന്നത്, അവർ കാണുന്നത് നിരന്തരം നമ്മൾ നിരീക്ഷിക്കണം. ഇന്ന് കുട്ടികൾക്ക് പണം യഥേഷ്ടം നമ്മൾ കൊടുക്കുകയാണ്. പട്ടിണി എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികൾ ഇതുവരെ അനുഭവിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇഷ്ടം പോലെ വാരിക്കോരി പണം കൊടുക്കുക. ചില രക്ഷിതാക്കളും ഉമ്മമാരൊക്കെ കുട്ടികൾ പറ്റിക്കുന്നവരെ ഉണ്ട്. എന്തെല്ലാം ചില കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നത്, ടൈം ടേബിളിന് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഷ് എന്ന് പറയും. അത് എത്രയുടെ വേണ്ടി? 500 റുപ്യ വേണോ? ഈ 200 റുപ്യ കൊണ്ടുപോയി ബാക്കി 300 പിന്നെ തരാം. ഇവന് സന്തോഷമായില്ലേ? എന്തെല്ലാം പറഞ്ഞാൽ അവൻ പൈസ വാങ്ങിക്കൊണ്ടുപോവുക. എന്നിട്ട് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വാങ്ങുന്നത്, നമ്മളൊരു വിവരമില്ല. കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞു, ആ കമ്പ്യൂട്ടർ ഞാൻ അയച്ചുതരാം, കമ്പ്യൂട്ടർ അയച്ചു. ഇത് ചുമരുമേലേക്ക് തിരിച്ചിട്ടാണ് ഓൻ ഇരിക്കുന്നത്. ഉമ്മ പറയാവോ രാത്രി ഇപ്പൊ നല്ലോണം പഠിക്കൽ തുടങ്ങി നമ്മളെ കുട്ടിട്ടോ. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഓൻ ഉറങ്ങിയത്. ബാപ്പനോട് ഫോൺ ചെയ്യുമ്പോൾ എന്നെ ഉഷാറാപ്പം പടാ, എന്താ പോൻ പഠിക്കണത്? ഓൻ എഴുതുന്നോ വപ്പടം കൊണ്ടുവന്നിട്ട് ആ സീഡ് ഇട്ടിട്ടാ കാണുന്നത്. അത് ചുമരുമക്കാ തിരിച്ചു വെച്ചത്. എന്താ ഓൻ കാണുന്നത് ഇവനക്കറിയോ? ഉമ്മക്കും അറിയില്ല, വാപ്പൊക്കെ അറിയോ? ഓൻ കമ്പ്യൂട്ടർ പഠിക്കല്ലേ? ഓ മൊബൈലിലാണ് എപ്പോഴും, എല്ലാം അറിയുവാന്. എന്താ ഗെയിം കളിക്കാണ്. ഇതാ കുട്ടികളെ പരിപാടി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും. ടിവിയും അതുപോലെ അനാവശ്യം കമ്പ്യൂട്ടറുമാണ് ഒരുത്തന്റെ കൂട്ടുകാരൻ. നല്ലതിനല്ലാതെ അത് ഉപയോഗപ്പെടുത്തിയാൽ ആ സംസ്കാരമായിരിക്കും അവനുണ്ടാകുക. ഇവന്റെ കളിക്കൂട്ടുകാരൻ ആരാണ്, അവൻ എന്താ വായിക്കുന്നത്, അവന്റെ സ്വഭാവം എന്താ നമ്മൾ നോക്കണം. അള്ളാന്റെ ഹബീബ് ബോധിപ്പിച്ചതാണ്. കാരണം ഏതൊരു മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. തന്റെ കുട്ടികൾ ആരോട് സമ്പർക്കം പുലർത്തുന്നു എന്ന് ഓരോരുത്തരും ജാഗ്രത പുലർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളെ കൂട്ടുകെട്ട് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ധാർമ്മികമായ അറിവ് പരമാവധി കൊടുക്കുക. മദ്രസ വിദ്യാഭ്യാസം ഇന്നൊരു തിയറിയാണ്. അത് പ്രയോഗവൽക്കരിക്കാൻ പലയിടത്തും സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, SSLCയുടെ അപ്പുറത്തേക്ക് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും പള്ളിയിലേക്ക് അവരെ പറഞ്ഞേക്കണം. അവിടെ വെച്ച് ഇശാ മഗ്‌രിബിന്റെ ജമാഅത്തിലെങ്കിലും പങ്കെടുക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പ്രായോഗികമായി പരിശീലിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹാ അപകടകരമായിരിക്കും. ഇൻഷാ അല്ലാഹ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മൗലവി സാഹിബ് ഓർമ്മപ്പെടുത്തിയതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട്ടിന് അനുഗ്രഹമായി ഒരു നല്ല അനാഥ അഗതി മന്ദിരം, നമ്മൾ ഒരുപാട് മക്കൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അൽഹംദുലില്ലാഹ്, പൊയിലൂരുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിഅമത്ത് നന്നായുള്ള ഒരു നാടാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നല്ല രീതിയിൽ അതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. സാമ്പത്തികമായ പുരോഗതി ഹലാലായ രീതിയിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അതിന്റെ ചെറിയൊരു പങ്കുപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കുറച്ച് അനാഥരായ അഗതികളായ മക്കളെ ദത്തെടുത്താൽ അത് വമ്പിച്ച പ്രതിഫലമുള്ള ഒരു കർമ്മവും നമ്മളെ നാട്ടിനതൊരു വലിയ നിഅമത്തുമായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമുക്കൊക്കെ മനപ്പാടമുള്ള ചെറിയൊരു അധ്യായത്തിലൂടെ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നാളെ പാരത്രിക ലോകത്ത് ഇഹലോകത്തെ ജീവിതത്തിന് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നവരാരാണെന്നറിയുമോ? ഒരർത്ഥം. മറ്റൊരർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം മതത്തെ പൊളിച്ചു കളയുന്നവൻ ആരാണെന്നറിയുമോ? എന്നിട്ട് അല്ലാഹു 4-5 സ്വഭാവക്കാരനെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തവൻ മറ്റാരുമല്ല, അനാഥകളെ അവഗണിക്കുന്നവനാണ്. അനാഥകളെ വിഷയം പറയുമ്പോൾ അത് പരിഗണിക്കാതെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവൻ മതം പൊളിയനാണ്, അല്ലെങ്കിൽ
പരലോകത്ത് കൂലി കിട്ടുമെന്ന വിശ്വാസം ഇല്ലാത്തവനാണ്. രണ്ടാമത് വലാ യഹുല്ലു അലാ ത്വഅമിൽ മിസ്കീൻ, അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവൻ മതം പൊളിയനാണ്. പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടുന്ന ഒരു പരിപാടിയെ നമ്മൾ എതിർക്കാൻ പാടില്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്. വലാ യഹുല്ലു അലാ ത്വഅമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. തുടർന്നുള്ള പറഞ്ഞു വമ്പിച്ച നാശം ബോധമില്ലാതെ നിസ്കരിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ വയംനഉനൽ മഊൻ, അയൽവാസികൾ വീട്ടിലേക്ക് വന്ന് വല്ല ഗൃഹോപകരണങ്ങളും വായ്പ ചോദിച്ചാൽ അത് കൊടുക്കാൻ മടി കാണിക്കുന്നവർ, അത് ദുഷിച്ച സ്വഭാവക്കാരും പരലോകത്ത് ഈ ജീവിതത്തിന് പ്രതിഫലമുണ്ടെന്ന യാഥാർത്ഥ്യം തള്ളി പറഞ്ഞവരുമാണ്, മതം പൊളിയന്മാരാണ്. നല്ല കുടുംബമാവണമെങ്കിൽ നല്ല അയൽബന്ധം നിലനിൽക്കണമെന്ന് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മളെ മക്കളൊക്കെ നന്നാവുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി നന്നാവാൻ നമ്മാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെ കുട്ടികൾ നന്നാവുക. അല്ലാഹു തആല ആ ഖൈറായ രീതിയിൽ ഉദ്ദേശങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവസാനമായി നമുക്കൊക്കെ നാളെ പാരത്രിക ലോകത്തേക്ക് പോകേണ്ടവരാണ്. നമുക്ക് ഉപകാരപ്പെടുന്ന കുടുംബം വേണം, നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ താമസിക്കണം. അതിന് പറ്റിയ അവസരമുണ്ടാകണം. അതിനെ പറ്റിയ രീതിയിൽ സന്തോഷം കളിയാടുന്ന കുടുംബമായി നമ്മുടെ കുടുംബം വളർന്നു വരണം. ഇസ്ലാം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പരമാവധി ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കുകയും അതെല്ലാം കുടുംബത്തിൽ നടപ്പിൽ വരുത്തുകയും ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം സഹോദരന്മാരെ, ദുആ ചെയ്യാം. അല്ലാഹു തആല ആത്മാർത്ഥമായി നമ്മൾ ഇതുവരെ ചെയ്ത സ്വതക്കകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാം ഉദ്ദേശിച്ചവരെ ഖബറിലേക്ക് അതിൻ്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി.